السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أعوذ بالله من الشيطان الرجيم. سابقوا إلى مغفرة من ربكم وجنة عرضها كعرض السماء والأرض أعدت للذين آمنوا بالله ورسله ذلك فضل الله يؤتيه من يشاء والله ذو الفضل العظيم. ഏറെ സ്നേഹവും ആദരവും നിറഞ്ഞ പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, വിശ്വാസിനികൾ, അർഹമായ റബ്ബ്, കാരുണ്യവാനായ നാഥൻ പരിശുദ്ധ റമളാനിൽ ഒരിക്കൽ കൂടി ജീവിക്കുവാനുള്ള അനുവാദം എനിക്കും നിങ്ങൾക്കും തന്നിരിക്കുകയാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ അനുഗ്രഹം ഭൗതിക ലോകത്ത് ഒരു മുസൽമാൻ ലഭിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ നിഅമത്ത്, അതല്ലെങ്കിൽ മിന്നത്ത് എന്ന് പറയുന്നത്, കാരുണ്യം എന്ന് പറയുന്നത്, പരിശുദ്ധ റമളാനിൽ ജീവിക്കുവാൻ അല്ലാഹു ആയുസ്സും ആരോഗ്യവും നൽകുക എന്നതാണ്. ആയുസ്സുണ്ടായ പോരാ, ആരോഗ്യവും കൂടി വേണം. റമളാൻ എന്നുള്ളത് ഇവിടെ എന്റെ സുഹൃത്ത് പറഞ്ഞു, റമളാൻ എന്നുള്ളത് അത് ആരാധനകൾ കൊണ്ട്, സൽക്കർമ്മങ്ങൾ കൊണ്ട് ധന്യമാക്കാനുള്ളതാണ്. പലപ്പോഴും പല ആളുകൾക്കും ആരോഗ്യം ഉണ്ടാവുകയില്ല, ആയുസ്സുണ്ടാവും. പക്ഷെ നമുക്ക് അല്ലാഹു ഇന്നും ഈ നിമിഷം വരെ ഈ അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. എന്നിട്ടും കർമ്മങ്ങൾ കൊണ്ട് ഈ റമളാനെ ഉപകാരപ്പെടുത്താനും ഉപയോഗപ്പെടുത്തുവാനും ഒരു മനുഷ്യന് സാധിച്ചിട്ടില്ല എങ്കിൽ
ഒരു ചരിത്ര സംഭവമാണ് എനിക്ക് ആദ്യമായി നിങ്ങളുടെ മുൻപിൽ പറയാൻ ഓർമ്മ വരുന്നത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനത്തെ പള്ളിയിൽ ഇരിക്കുന്ന സാഹചര്യത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ അടുത്തേക്ക് 2 മലക്കുകൾ ഇറങ്ങി വരികയാണ്. ആ 2 മലക്കുകൾ വന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, ഇസ്അദ് ഹാദൽ ജബല യാ മുഹമ്മദേ, ഈ പർവ്വതത്തിലേക്ക് കയറണം, ഈ പർവ്വതത്തിന്റെ മുകളിലേക്ക് കയറണം എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലാ അസ്തതിഉ അൻ അസ്ഹദ ഹാദൽ ജബല, ഈ പർവ്വതത്തിന്റെ മുകളിലേക്ക് കയറാൻ എനിക്ക് സാധ്യമല്ല. ആ സാഹചര്യത്തിൽ ആ 2 മലക്കുകളും അല്ലാഹുവിന്റെ പ്രവാചകനെ ആ മലക്കുകളുടെ ചുമലിൽ കയറ്റിയിട്ട് ആ മലയുടെ മുകളിലേക്ക് അല്ലാഹുവിന്റെ റസൂലിനെ കൊണ്ടുപോവുകയാണ്. ആ മലയുടെ മുകളിലെത്തിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പരന്ന വിശാലമായ ഒരു മൈതാനം, ഭൂമിയെ പോലെ വിശാലമായ ഒരു മൈതാനം കാണിക്കപ്പെടുകയാണ്. ആ കാണിക്കപ്പെടുന്ന സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാണുന്ന ഒരു കാഴ്ചയുണ്ട്. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാരെ, സഹോദരന്മാരെ, പരിശുദ്ധ റമദാൻ 1-ാമത്തെ ദിവസം ഞാനും നിങ്ങളും ഇന്ന് നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഇന്ന് തീരുമാനമെടുക്കേണ്ട ഒരു വിഷയമാണ്. ഇന്ന് തീരുമാനമെടുത്തുകൊണ്ട് ഈ റമദാനിന്റെ അവസാന ദിനം വരെ നമ്മൾ തീരുമാനിച്ച നിയ്യത്തോടുകൂടി പോകേണ്ട ഒരു സന്ദർഭത്തെ കുറിച്ചാണ് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തരുന്നത്. അല്ലാഹുവിന്റെ റസൂലിനെ കാണിക്കുകയാണ് വിശാലമായ ഒരു മൈതാനം. ആ മൈതാനത്തിൽ അതാ ആളുകളുടെ കാലുകളും പിരടിയും തമ്മിൽ ചങ്ങല കൊണ്ട് ബന്ധിച്ചിരിക്കുകയാണ്. മാത്രമല്ല അവരുടെ കൈകൾ കൊണ്ട് അവരുടെ ശരീരം അതാ അവർ കാർന്നെടുക്കുകയാണ്. അവരുടെ ശരീരം അവർ മാന്തി എടുക്കുകയാണ്. വേദന കൊണ്ട് അവർ പുളയുകയാണ്. അവർ അതാ അട്ടഹസിക്കുന്ന ആളുകളാണ്. അല്ലാഹുവിന്റെ റസൂലാ മലായികത്തോട് ചോദിച്ചു, അത്രേ മാ ബാലുഹും ഹാദൽ ഖൗം, എന്താണ് ഈ സമൂഹത്തിന് പറ്റിയത്? എന്തിനാണ് ഇങ്ങനെയുള്ള ഒരു ശിക്ഷ ഇവർക്ക് വിധേയമായത് അനുഭവിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകനോട് ആ മലക്കുകൾ പറഞ്ഞ മറുപടി, പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിക്കേണ്ടതാണ്. എന്താ പറഞ്ഞ മറുപടി? റമളാനിൽ ജീവിക്കാൻ അനുവാദം ലഭിച്ച ആളുകളാണ്. ആരോഗ്യവും ആയുസ്സും റമളാനിൽ കിട്ടിയ ആളുകളാണ്. പക്ഷേ ആ റമളാനിൽ ലഭിക്കേണ്ട, ആ റമളാൻ അവർക്ക് നൽകുന്ന ഒരുപാട് സമ്മാനങ്ങളുണ്ട്, ഒരുപാട് കാരുണ്യങ്ങൾ, അനുഗ്രഹങ്ങൾ, റഹ്മത്തുകളുണ്ട്. ഒന്നും തന്നെ നേടാതെ പതിവ് പോലെ ഒരു ദിവസം കഴിയുന്നത് പോലെ പ്രഭാതം മുതൽ പ്രദോഷം വരെ താൻ ജീവിച്ചിരിക്കുന്ന ആ സാഹചര്യത്തെ പോലെ അതാ റമളാനിന്റെ ദിനരാത്രങ്ങളെ അവൻ കളഞ്ഞവനാണ്. അതിന്റെ ഒരു ഉപകാരമോ ഉപയോഗമോ അവന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാത്ത മനുഷ്യനാണ്. അങ്ങനെയുള്ള മനുഷ്യർക്ക് അള്ളാഹു നൽകുന്ന ശിക്ഷയാണ്. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, അത്രയും അപകടമാണ് ഈ റമളാനെ നമ്മൾ ഉപയോഗപ്പെടുത്തിയിട്ടില്ല. എന്തുകൊണ്ട് ഉപയോഗപ്പെടുത്തിയിട്ടില്ല എങ്കിൽ സൽക്കർമ്മങ്ങൾ കൊണ്ട് ഉപയോഗപ്പെടുത്തിയിട്ടില്ല എങ്കിൽ. മറ്റൊരു ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരുന്നുണ്ട്, മദീനത്തെ പള്ളിയിൽ തന്നെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുമ്പോ പലപ്പോഴും നിങ്ങൾ കേട്ട ഒരു ഹദീസാകാം. 2 മനുഷ്യർ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്തേക്ക് കടന്നു വരികയാണ്. എന്നിട്ട് പറഞ്ഞു, റസൂലേ, ഞങ്ങൾക്ക് ഇസ്ലാമിലേക്ക് കടക്കണം, ഇസ്ലാം സ്വീകരിക്കണം. 2 ആളുകൾ ഇസ്ലാം സ്വീകരിച്ചു. അതിൽ ഒരാൾ 2 സഹോദരങ്ങളാണ്. മൂത്ത സഹോദരൻ, ഒരു സഹോദരൻ ആരാധനകൾ കൊണ്ട് ജീവിതത്തെ എല്ലാ രൂപത്തിലും ധന്യമാക്കിയ മനുഷ്യനാണ്. ആ മനുഷ്യൻ മരണപ്പെടുന്നത് ഒരു യുദ്ധത്തിലാണ്. ഷഹീദായാൽ സ്വർഗം ഉറപ്പാണ്. എന്നാൽ 2ാമത്തെ സഹോദരൻ, ആ മനുഷ്യൻ മരണപ്പെട്ട് അഥവാ ഷഹീദായി മരണപ്പെട്ടതിന്റെ ശേഷം 1 വർഷം കഴിഞ്ഞിട്ടാണ് 2ാമത്തെ സഹോദരൻ മരണപ്പെടുന്നത്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, 2ാമത്തെ മരിച്ച മനുഷ്യനുണ്ടല്ലോ, അഥവാ ഷഹീദായി മരണപ്പെട്ടവന് ശേഷം 1 വർഷം കൂടി ജീവിക്കുവാൻ അനുവാദം ലഭിച്ചിട്ട് മരണപ്പെട്ട ആ സഹോദരനുണ്ടല്ലോ, ആ സഹോദരനാണ് ആദ്യം സ്വർഗത്തിൽ പോവുക. ആദ്യം സ്വർഗത്തിൽ പോവുക ഷഹീദായ മനുഷ്യനല്ല. അതിനുശേഷം 1 വർഷം കൂടി ജീവിക്കാൻ അള്ളാഹു അനുവാദം കൊടുത്ത 2ാമത്തെ സഹോദരനാണെന്ന് റസൂലുള്ള പറഞ്ഞപ്പോ
മഹാനായ സ്വഹാബി അബൂ തൽഹ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, ലിമാദാ യാ ഹബീബല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ എന്തുകൊണ്ടാണത്? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അദ്റകഹു റമളാൻ, ആദ്യം മരിച്ച മനുഷ്യനേക്കാളും ഒരു റമളാൻ കൂടി ആ മനുഷ്യന് ലഭിച്ചു എന്നാണ്. അവസാനിക്കുന്നില്ല, അവിടെയാണ് ഇന്നത്തെ വിഷയത്തിന്റെ പ്രസക്തി. അദ്റകഹു റമളാൻ, ആ മനുഷ്യന് റമളാൻ കിട്ടി എന്ന് മാത്രമല്ല റസൂലുള്ള പറഞ്ഞത്, ഫസോമഹു, ആ റമളാനിൽ അവൻ വ്രതമെടുത്തു, നോമ്പെടുത്തു, വസ്വല്ല, അവൻ നമസ്കരിച്ചു, വകദാ വകദാ, ഇന്ന പ്രവർത്തനങ്ങളും ആ മനുഷ്യൻ ചെയ്തു. ഷഹീദായി മരിച്ച മനുഷ്യനേക്കാളും ആദ്യം സ്വർഗത്തിൽ പോകാൻ അല്ലാഹു അനുവാദം കൊടുക്കുന്നത് ആർക്കാ? അധികമായി ഒരു റമളാൻ കൂടി അധികം ലഭിച്ച മനുഷ്യനാണ്. അതുകൊണ്ട് ഞാനും നിങ്ങളും ഇന്ന് നിൽക്കുന്ന ഈ ദിവസമുണ്ടല്ലോ, നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഈ മാസമുണ്ടല്ലോ, ഈ മാസത്തിലുള്ള ഓരോ സെക്കൻഡുകൾക്കും മണിക്കൂറുകൾക്കും വലിയ നേട്ടവും പവിത്രതയുണ്ട്, മഹത്വമുണ്ട്. നാളെ പരലോകത്ത് മലായികത്തീങ്ങളെക്കാളും അള്ളാഹുവിനോട് സാമീപ്യം ലഭിക്കുവാൻ സാധ്യമാകുന്ന ലോകത്ത് അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ അത് മനുഷ്യർക്കാണ് കഴിയുക. മലക്കുകളെക്കാളും അള്ളാഹുവിന്റെ അടുത്ത് സ്ഥാനം കിട്ടും മനുഷ്യർക്ക്. എന്തുകൊണ്ട്? അവന്റെ സൽക്കർമ്മങ്ങളുടെ കട്ടിയും കനവും കൊണ്ട്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, മനുഷ്യരെ ഈ ലോകത്ത് നിങ്ങളെ സൃഷ്ടിച്ചത് എന്തിനാണ്? തബാറകല്ലദീ ബിയദിഹിൽ മുൽക് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. പരിശുദ്ധ ഖുർആൻ അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, നാളെ പരലോകത്തെ ശുപാർശ ചെയ്യുന്ന ഒരു സൂറത്തുണ്ട്, അത് സൂറത്തുൽ മുൽക്കാണ്. അല്ലാഹുവിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അല്ലാഹുവിനെ ഈ സൂറത്ത് അങ്ങേയറ്റം പൊറുതികെടുക്കുമെന്നാണ്. അങ്ങേയറ്റം അല്ലാഹുവിന്റെ കൂടെ നടന്നുകൊണ്ട്, അഥവാ അല്ലാഹുവിന്റെ അടുത്ത് നിന്നുകൊണ്ട് മനുഷ്യരായ മുസ്ലിമീങ്ങൾക്ക് പുറത്തു കൊടുക്കാൻ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഖുർആനിൽ ഒരു സൂറത്തുണ്ടെങ്കിൽ അത് സൂറത്തുൽ മുൽക്കാണ്. ആ മുൽക്ക് തുടങ്ങുന്നത് അല്ലാഹു എങ്ങനെയാണെന്നറിയുമോ? തബാറകല്ലദീ ബിയദിഹിൽ മുൽക് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. മനുഷ്യരെ, ജീവിതത്തെയും മരണത്തെയും അല്ലാഹു സൃഷ്ടിച്ചത് ലിയബ്ലുവകും, നിങ്ങളെ പരീക്ഷിക്കാനാണ്, നിങ്ങളെ പരിശോധിക്കാനാണ്. അയ്യുക്കും, നിങ്ങളിൽ ആരാണ് അഹ്സനു അമല, ഏതെങ്കിലും പ്രവർത്തനം ചെയ്യുന്നവോ എന്നതല്ല, നമസ്കരിക്കുന്നവരുണ്ടോ എന്ന് നോക്കാനല്ല, നോമ്പെടുക്കുന്നവരുണ്ടോ എന്ന് പരിശോധിക്കാനല്ല, സകാത്ത് കൊടുക്കുന്നവരുണ്ടോ എന്ന് എണ്ണമെടുക്കാനല്ല, സുന്നത്ത് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ എന്ന് തിട്ടപ്പെടുത്തി കണക്കാക്കാനല്ല. അഹ്സനു അമല, ചെയ്യുന്നതിൽ ഏറ്റവും നന്നായി ചെയ്യുന്നവൻ ആരാണെന്ന് പറയാനാണ്, അറിയാനാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് നിൽക്കുന്ന ഈ ദിവസം മുതൽ തീരുമാനിക്കാം, ഞാൻ ഈ ചെയ്യുന്ന പ്രവർത്തനം എനിക്കാണ്, എന്റെ ഖബറിലാണ്, എന്റെ പരലോകത്തിനാണ്, എന്റെ പരലോകത്ത് എന്റെ സ്വർഗപ്രവേശനത്തിനാണ്. ഒരു ചെറിയ അശ്രദ്ധ കൊണ്ട് പോലും എന്റെ കർമ്മം സ്വീകരിക്കപ്പെടാതിരിക്കരുത്. മഹാനായ ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹ് വിശ്വവിഖ്യാതനായ താബി പണ്ഡിതനാണ്. അദ്ദേഹം പറയുന്നുണ്ട്, റഅയ്തു അസ്ഹാബൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബികളെ കണ്ടിട്ടുണ്ട്. വഹും യബ്കൂൻ, അവർ കരയുമായിരുന്നു. എന്തിനാ അവർ കരയുന്നത്? അവർക്ക് ലഭിച്ച അവരുടെ ജീവിതത്തിൽ ചെയ്തു പോയ കാര്യങ്ങൾ, കർമ്മങ്ങൾ അഥവാ ചെയ്തു പോയ തിന്മകൾക്ക് ശിക്ഷ കിട്ടുമോ എന്ന് ഭയക്കുന്നതിനേക്കാളും, ശരിക്കും ശ്രദ്ധിക്കണേ, സ്വഹാബികൾ കരയണത് എന്തിനാണെന്നോ? അവരുടെ ജീവിതത്തിൽ അവർ ചെയ്തു പോയ തിന്മകൾക്ക് ശിക്ഷ കിട്ടുമോ എന്നതിനേക്കാളും അവർക്ക് ആശങ്ക ഉണ്ടായിരുന്നത് അവരുടെ കർമ്മങ്ങൾ അല്ലാഹു സ്വീകരിക്കുമോ എന്ന വിഷയത്തിലായിരുന്നു.
മനസ്സിലായോ? തിന്മകൾക്ക് അള്ളാഹു ശിക്ഷ തരുമോ എന്ന് ഭയക്കുന്നതിനേക്കാളും സ്വഹാബികൾ ആശങ്ക സ്വീകരിക്കുമോ എന്ന ആശങ്കയായിരുന്നു എന്നാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളെന്ന് സുബഹ് നമസ്കരിച്ചവരാണ്. നമ്മുടെ മനസ്സിൽ ആശങ്ക ഉണ്ടായിട്ടുണ്ടോ? പടച്ചോനെ, എന്റെ നമസ്കാരം സ്വീകരിച്ചിട്ടുണ്ടാകുമോ? അല്ലാഹ്, ഞാനിന്ന് ഖുർആൻ ഓതി ഓരോ അറഫിനും 10 കൂലിയാണ്. ആ കൂലി എനിക്ക് കിട്ടിയിട്ടുണ്ടാവുമോ? പലരും ഇന്ന് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി ഈ ക്ലാസ്സിലേക്ക് വരുമ്പോ വരെ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അളീം എന്ന് ചൊല്ലിയവരുണ്ടായേക്കാം. തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന മഹത്തായ തവക്കുലിന്റെ കാതലായ പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയ ആളുകൾ ഉണ്ടായേക്കാം. നമ്മൾ അറിയണം, ഈ ദിക്ർ കൊണ്ട് എനിക്ക് പ്രതിഫലം കിട്ടിയിട്ടുണ്ടാവും. നമ്മളിങ്ങനെ ആലോചിക്കേണ്ട വിഷയമാണ്. കാരണം എന്താരോ, ഏത് സന്ദർഭത്തിലാണ്, നിമിഷത്തിലാണ് പ്രിയപ്പെട്ട ഉമ്മമാരെ, പ്രിയപ്പെട്ട ഉപ്പമാരെ, സഹോദരിമാരെ, അനിയന്മാരെ, ഈ ലോകത്തുള്ള നമ്മുടെ ജീവിതത്തിന്റെ ഈ സമയം അവസാനിക്കുക എന്ന് പറയുക സാധ്യമല്ല. എപ്പോഴത് തീരാ എന്ന് പറയാൻ പറ്റില്ല. വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ചിലപ്പോ ഞാനിപ്പോ വീഴാം. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഒരുപക്ഷെ ആ യുദ്ധത്തിൽ മരണപ്പെട്ടുണ്ടാവും. അറിയില്ല, നമ്മൾ ഒരു വേദന ഉണ്ടാവണമെന്നില്ല, ഒരു രോഗം ഉണ്ടാവണമെന്നില്ല. രോഗമുള്ള ആളുകൾ കിടക്കുകയാണ് കാലങ്ങളായി, ഹോസ്പിറ്റലിൽ കിടക്കുന്ന ആളുകൾ. ഇന്ന് ഇതൊന്നും വേണ്ട, രോഗമൊന്നും വേണ്ട. ആകാശത്തിന് ചുവട്ടിന് ഭൂമിക്ക് മുകളിൽ മരിക്കാത്ത ഒരു മനുഷ്യനുമില്ല. പ്രിയപ്പെട്ടവരെ, ഏതൊരു മനുഷ്യനും മരണത്തിന്റെ ആ വേദന അനുഭവിക്കുക തന്നെ ചെയ്യും. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്, ഫമൻ സുഹസിയ അനിന്നാർ വഉദ്ഖിലൽ ജന്ന ഫഖദ് ഫാസ് വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. ആരെയാണോ കത്തിജ്വലിക്കുന്ന ഒരു മനുഷ്യനും അനുഭവിക്കാൻ ചിന്തിക്കാൻ പോലും സാധിക്കാത്ത കഠോരമായ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുന്നത്, എന്നിട്ടൊരു പെണ്ണും കണ്ടിട്ടില്ലാത്ത, ഒരു കാതും കേട്ടിട്ടില്ലാത്ത, ഒരു മനുഷ്യന്റെ മനസ്സിനും വിഭാവനം പോലും ചെയ്യാൻ കഴിയാത്ത ആ കാരുണ്യത്തിന്റെ നിറകുടമായ പരിശുദ്ധമായ പൂഭാവനമായ സ്വർഗമുണ്ടല്ലോ, ആ സ്വർഗത്തിൽ ആരെയാണോ പ്രവേശിക്കുന്നത് അവനാണ് ഏറ്റവും മഹത്തായ വിജയം കൈവരിച്ചവന്. പ്രിയപ്പെട്ടവരെ, ആ സ്വർഗത്തിലേക്ക് കടക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ ഏത് നിമിഷവും നമ്മുടെ മരണം നമ്മുടെ കൺമുന്നിലുണ്ട്. നിങ്ങളുടെ ചെരുപ്പിന്റെ വാറിനേക്കാളും നിങ്ങളുടെ മരണം നിങ്ങളുടെ അടുത്തുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, ആ മരണം നമ്മളിങ്ങനെ ഏത് നിമിഷവും നമ്മുടെ മനസ്സിലുണ്ടാവണം. ആ മരണം വന്നു കഴിഞ്ഞാൽ പിന്നീട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു നന്മയും നമുക്ക് ചെയ്യാൻ പറ്റില്ല. ആ മരണത്തോടുകൂടി നമ്മളുടെ സമയം അവസാനിച്ചു. പരലോകത്തേക്കുള്ള ഒരു കാര്യം ചെയ്യാൻ. അതുകൊണ്ടാണ് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞല്ലോ, അൽ യൗമു അമലുൻ വലാ ഹിസാബുൻ. ഇന്ന് അമലിന്റെ ദിവസമാണ്, ഇന്ന് അധ്വാനിക്കേണ്ട ദിവസമാണ്, ഇന്ന് കർമ്മങ്ങൾ ചെയ്യേണ്ട ദിവസമാണ്. വലാ ഹിസാബുൻ, ഇന്ന് വിചാരണയില്ല. അല്ലേ? നമസ്കരിക്കുക, നോമ്പ് നോൽക്കുക, സക്കാത്ത് കൊടുക്കുക, ദാനധർമ്മങ്ങൾ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. എന്തേ? ആ നമസ്കാരത്തിന്റെ രണ്ടാമത്തെ റക്അത്തിൽ ആ കൈവച്ചപ്പോ ശ്രദ്ധിച്ചില്ലല്ലോ. ആ ദിക്ർ ചൊല്ലിയപ്പോ എന്റെ മനസ്സിൽ വന്ന ചിന്ത ഇതാണല്ലോ, ഇങ്ങനെ കീറി മുറിച്ച് ചിന്തിക്കണ ദിവസം ഇന്നല്ല. ഖുർആൻ ഓതുന്ന സമയത്ത് ആ ആയത്ത് ഇങ്ങനെ ഓതിപ്പോ എന്റെ മനസ്സിൽ ആ ചിന്ത വന്നില്ലല്ലോ. എന്റെ അർത്ഥം മനസ്സിലാക്കി എന്റെ ജീവിതത്തിൽ പകർത്താഞ്ഞത്. നടന്നു പോയപ്പോ വേണ്ടാത്തൊരു കാഴ്ച കണ്ടപ്പോ നീ എന്തേ നോക്കിയത്? എന്തേ ഒരു കാര്യം കണ്ടപ്പോ നീ അതിനെ കുറിച്ച് നല്ല ചിന്തിക്കാഞ്ഞത്? ഇങ്ങനെ ഓരോ സെക്കൻഡുകളും കീറി മുറിച്ച് വിചാരണ ചെയ്യുന്ന ദിവസം ഇന്നല്ല. ഇന്ന് നമ്മളൊക്കെ ചെയ്യുന്ന ദിവസങ്ങളാണ്. ഇന്ന് വിചാരണ ഇല്ല.
എന്നാൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബിയായ അലി റളിയല്ലാഹു അൻഹു പറയുന്നു വഗദൻ ഹിസാബ് വലാ അമൽ, എന്നാൽ നാളെ ഹിസാബിന്റെ ദിവസമാണ്, നാളെ പ്രവർത്തനമല്ല. നാളെ നമുക്കൊന്നും ചെയ്യാല്ല, നരകങ്ങനെ കാണുകയാണ്. സ്വർഗ്ഗം അപ്പുറത്തുണ്ട്, നരകപ്പുറത്തുണ്ട്. ഒരു നന്മ ചെയ്താൽ, ഒരു ചെറിയ സ്വലാത്തിന്റെ, ഒരു നമസ്കാരത്തിന്റെ, ഒരു സ്വതക്കയുടെ, ഒരു സുബ്ഹാനല്ലാഹ് എന്ന് ചൊല്ലിയതിന്റെ കൂലി കിട്ടിയ സ്വർഗ്ഗത്തിൽ കടക്കും. ഒരു നന്മയിലേക്ക് നോക്കിയതിന്റെ പ്രതിഫലം മതി സ്വർഗത്തിലേക്ക് ഒന്ന് കടക്കാൻ. പക്ഷെ അതില്ല, നരകത്തിലേക്ക് ഉറപ്പാണ്. അന്ന് ഒന്നും ചെയ്യാൻ നമ്മുടെ കയ്യിൽ ഒന്നുമില്ല. റബ്ബിർജൂനി ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്ത്. മഹ്ശറാവൻ സഭയിൽ വെച്ചുകൊണ്ട് മനുഷ്യർ ആവലാതിപ്പെടുമത്രേ, റബ്ബിർജൂനി, അല്ലാഹ് എന്നെ നീ ഒന്ന് തിരിച്ചയക്കണേ, ലഅല്ലി അഅമലു സാലിഹാ ഫീമാ തറക്തു. ജീവിച്ചിരിക്കുന്ന കാലത്ത് ആരോഗ്യമുണ്ടായപ്പോ, പണമുണ്ടായപ്പോ, സമയമുണ്ടായപ്പോ ഞാൻ മാറ്റിവെച്ച ഒരുപാട് സൽക്കർമ്മങ്ങളുണ്ട് റബ്ബേ, ഞാനത് ചെയ്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിനോട് യാചിക്കുന്ന സന്ദർഭമുണ്ട്. പക്ഷേ അവന് സാധ്യമല്ല. കാരണം എന്താ? നാളെ നമുക്ക് അമലില്ല, നാളെ വിചാരണയാണ്. ഇന്ന് ചെയ്ത ഓരോ കാര്യത്തെക്കുറിച്ചും വിചാരണയാണ്. എന്തിനെ കുറിച്ച് വരെ വിചാരണ ചെയ്യുന്നവരോ, എന്തിനെ കുറിച്ച് വരെ വിചാരണ ചെയ്യുന്നവരോ, നമ്മൾ വിചാരിച്ച വിചാരങ്ങൾ വരെ റബ്ബിന്റെ കോടതിയിൽ വിചാരണ ചെയ്യപ്പെടും. ഇതൊരു തമാശയല്ല. നമ്മൾ വിചാരിച്ച വിചാരങ്ങൾ പോലും റബ്ബിന്റെ കോടതിയിൽ കീറി മുറിച്ച് നിങ്ങൾ അന്വേഷിക്കും. ഓരോ സെക്കൻഡുകൾ വെച്ചിട്ട് അവിടെ എന്താണ് പ്രിയപ്പെട്ടവരെ നമുക്ക് മറുപടി പറയാണ്ടാവുക. അതുകൊണ്ടാണ് മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ മദീനത്തെ പള്ളിയിൽ ഇരിക്കുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ദിക്ർ ഇങ്ങനെ ചൊല്ലി. അസ്ർ നമസ്കാരത്തിന് ശേഷം പലപ്പോഴും നിങ്ങൾ കേട്ടിട്ടുണ്ട്, പലപ്പോഴും ഞാൻ പറയാറുള്ള ഒരു പ്രാർത്ഥനയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആവർത്തിച്ച് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ ഹാസിബ്നി ഹിസാബൻ യസീറാ. ഈ ദിക്റുണ്ടല്ലോ, ഈ പ്രാർത്ഥന ഉണ്ടല്ലോ, നമ്മൾ പതിവാക്കേണ്ട ദിക്റാണ്. അല്ലാഹുമ്മ ഹാസിബ്നി ഹിസാബൻ യസീറാ. അല്ലാഹ്, എന്നെ നീ വിചാരണക്കെടുക്കുമ്പോ എന്റെ വിചാരണയെ ലളിതമാക്കണേ അല്ലാഹ്. മഹദി ആയിഷ ബിബി റളിയല്ലാഹു അൻഹാ പ്രവാചകനോട് ചോദിച്ചു, അലക ഹിസാബൻ യാ റസൂലല്ലാഹ്, നബിയെ നിങ്ങൾക്ക് ഹിസാബോ? നബിയെ താങ്കൾക്കും ഹിസാബോ? നാളെ വിചാരണ നാളോ? ആ സമയത്താണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബിബി റളിയല്ലാഹു അൻഹയോട് പറയുന്നത്, ആയിഷ, പരലോകത്തെങ്ങാനും ഒരാളെ വിചാരണക്കെടുത്താൽ ഫഖദ് ഹലക, അവൻ നരകത്തിലാണ്. പരലോകത്ത് ഒരാളെ വിചാരണക്കെടുത്ത അവൻ നശിച്ചു എന്നാണ്. ആ വിചാരണ നേരിടാതെ ഒരാൾക്ക് നാളെ ഒരു കാലടി മുന്നോട്ട് വെക്കാൻ കഴിയൂല. അതുകൊണ്ടാണ് ജീവിതത്തിൽ ഒരു തിന്മ പോലും ചെയ്യാത്ത, നാളെ സ്വർഗത്തിലേക്ക് ഒരു മനുഷ്യനാദ്യമായി കടക്കുകയാണെങ്കിൽ അന അവ്വൽ, ഞാനാകും ആദ്യമായി കടക്കുക എന്ന് പറഞ്ഞ സയ്യിദുനാ വഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, അതല്ല റസൂലുള്ളാഹ് പ്രാർത്ഥിക്കുന്നു, റബ്ബേ എന്റെ വിചാരണയെ ലളിതമാക്കണേ അല്ലാഹ്. നമ്മൾ പ്രാർത്ഥിക്കണം, നമ്മുടെ മക്കൾക്ക് ആ പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുക്കണം. ഞാൻ പറഞ്ഞത്, ജീവിതത്തിന്റെ ഒരു സെക്കൻഡിൽ പോലും ഒരു നന്മയും നിസ്സാരമായി നമ്മൾ കാണണ്ട എന്നുള്ളതാണ്. ഒരു നന്മ പോലും നിസ്സാരമായി കാണരുത്. നമ്മളിങ്ങനെ നടന്നു പോകുമ്പോ വഴിയിൽ ഒരു ഉപദ്രവം കാണുമ്പോ അത് കാലുകൊണ്ടാണ് തട്ടുമ്പോ വരെ നമ്മളെ നെയ്യത്തുണ്ടാവണം, റബ്ബേ ഇതുകൊണ്ട് എനിക്ക് കൂലി കിട്ടണം. ഒരാളെ കാണുമെന്ന് പുഞ്ചിരിക്കണം, അത് സ്വതക്കയാണ്, അതിന് കൂലി കിട്ടണം, എനിക്ക് കിട്ടണം. ഒരാൾ സലാം പറയുമ്പോ ഞാനാണ് ആദ്യം സലാം പറഞ്ഞത്, രണ്ടാം മടക്കിയവർക്ക് 10 കൂലുണ്ട്, എനിക്ക് 90 കൂലുണ്ട്, അതിന് കിട്ടണം. ഒരാളോടും എന്റെ മനസ്സിൽ പകയില്ല, വിദ്വേഷമില്ല, വൈരാഗ്യമില്ല, പകയില്ല, അറപ്പില്ല, വെറുപ്പില്ല. ഞാൻ എല്ലാവരെയും സ്നേഹിക്കുന്നവനാണ്, അതുകൊണ്ട് എനിക്ക് കൂലി കിട്ടണം. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ കഴിയുന്ന ഒരു നന്മ പോലും നിസ്സാരമായി നമ്മൾ കാണാതെ കഴിയുന്ന പരമാവധി എന്തൊക്കെ ചെയ്യാൻ പറ്റോ അതെല്ലാ നന്മകളും ചെയ്യാൻ നമ്മൾ വാശിയോടെ ആവേശത്തോടെ വരേണ്ട ഒരു മാസം. അതുകൊണ്ടല്ലേ
റമളാനിന്റെ അമ്പിളി മാനത്ത് തെളിഞ്ഞു കണ്ടാൽ മലക്കുകൾ ഇറങ്ങി വന്നുകൊണ്ട് പറയുമത്രേ, യാ ബാഇയൽ ഖൈർ, നന്മ ഉദ്ദേശിക്കുന്നവരെ അഖബിൽ നിങ്ങൾ മുന്നോട്ട് വരൂ. വയാ ബാഇയ ശർർ, തിന്മ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവനെ അഖ്സിർ, അവിടെ നിർത്തിക്കോ, അവിടെ നിർത്തിട്ടോ. കാരണം നന്മ ചെയ്താൽ അള്ളാഹു എത്രയാണ് പ്രതിഫലം തരാന്ന് പറയാൻ കഴിയൂല. ഒരു സാധാരണ 11 മാസം നമ്മൾ ചെയ്തപ്പോ 10 കൂലി മുതൽ 700 ഇരട്ടി വരെ പ്രതിഫലം കിട്ടാം. എന്നാ റമളാൻ അങ്ങനല്ല. റമളാനിൽ നമുക്ക് കിട്ടുന്ന കൂലി എത്രയാണ് നമുക്ക് പറയാൻ പറ്റൂല. അതുകൊണ്ട് ഇത്രയും ഒരു അവസരം ഇനി അടുത്ത ഒരു വർഷം അതല്ലെങ്കിൽ ഈ മാസം തന്നെ പൂർത്തീകരിക്കുമെന്ന് പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാരെ, സഹോദരന്മാരെ ആർക്കാണ് ഉറപ്പുള്ളത്? അതുകൊണ്ട് ഈ നിമിഷം ഞാനതിന് തയ്യാറാണ് എന്ന ഒരു ചിന്തയാണ് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ടത്. കാരണം മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നാളെ പരലോകത്തെ പറ്റി പറഞ്ഞ വിഷയത്തിൽ നമ്മൾ ചിന്തിക്കുക, ഒരു നന്മ പോലും നിസ്സാരമായി കാണാൻ. കാരണം എന്താരോ, പരലോകത്തേക്ക് കടക്കാൻ ഇപ്പോ നോക്കൂ, പരീക്ഷന്റെ കാലഘട്ടം, കുട്ടികളൊക്കെ പരീക്ഷാ കാലഘട്ടത്തിലേക്ക് പോവുകയാണ്. പരീക്ഷ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ സമയം എത്രയാണ്? 2.5 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂറാണ്. ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഈ 2 മണിക്കൂർ കൊണ്ട് അവനോട് ചോദിച്ച ആ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം എഴുതിയാൽ അവൻ വിജയിച്ചു. ആ എക്സാം അങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുമ്പോ അവൻ പുറത്തേക്ക് നോക്കിയിരിക്ക, അല്ല ഓളിങ്ങനെ ഗ്രൗണ്ടിലേക്ക് നോക്കിയിരിക്കാണ്, അല്ലെങ്കിൽ മേലൊക്കെ നോക്കിയിരുന്നവനെ എഴുതിയില്ല, സ്വാഭാവികമാണ്, പരാജയപ്പെടും. ആദ്യത്തെ ഒരു ബെല്ലടിക്കും, പരീക്ഷ കഴിയാനായിട്ടുണ്ട് കേട്ടോ, അപ്പൊ ഒരു ചാടിക്കളിക്കലൊക്കെ. പിന്നെ കാണാൻ ഒന്നായിട്ടൊരു ബെല്ലാണ്, അതോടുകൂടി പേപ്പറിനെ കെട്ടിപ്പൂട്ടി കഴിഞ്ഞു. പിന്നെ ഒരു വാക്കയിൽ എഴുതാൻ പറ്റില്ല, പിന്നെ ഒരു അക്ഷരം എഴുതാൻ പറ്റില്ല. പിന്നെ അതിൽ എഴുതൽ ആരാന്ന് നിങ്ങൾക്ക്? ആ പേപ്പർ നോക്കണം മാഷ. എന്തേതല്? വട്ടക്കുമ്പളാണ്, അല്ലെങ്കിൽ അത്രയും, അതാണ് എഴുത്ത്. ഇതേപോലെ തന്നെയാണ് പരലോകം എന്ന് പറഞ്ഞാൽ. പിന്നെ ആ കുട്ടിക്ക് ആ അധ്യാപകന്റെ അടുത്ത് പോയിട്ട്, മാഷ ഞാൻ മറന്നതാണ്, എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നില്ല, എനിക്ക് ഒന്നും കൂടി ഒരു ചാൻസ് തരുമെന്ന് പറഞ്ഞാൽ ഒരു ചാൻസും കൊടുക്കൂല, ഒരു ചാൻസും കൊടുക്കൂല. അവിടെ പിന്നെ വിചാരണയാണ്. അതുകൊണ്ട് ഈ സമയത്ത് ഈ ആകാശത്തിന് ചുവട്ടിൽ ഭൂമിക്ക് ലഭിച്ച നമ്മുടെ കുറച്ച് മണിക്കൂറുകളാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഈ മണിക്കൂറുകൾ ചെയ്യാൻ കഴിയുന്നത് എന്താണ് അത് ചെയ്യണം. അല്ലാതെ അശ്രദ്ധയോടെ ആഭാസങ്ങളും അതുപോലെ തന്നെ അശ്ലീലതകളും അതുപോലെ തന്നെ ആഘോഷങ്ങളിലുമായി ജീവിച്ചു പോയ ആളുകൾ അവർക്ക് നരകമാണ്. അഴിച്ച് ഏതൊരു ഒരു ആഘോഷങ്ങളിലാകട്ടെ ആനന്ദങ്ങളിലാകട്ടെ ഒന്നിലും വീണുപോകാതെ റബ്ബിനെ കുറിച്ച് മാത്രം ചിന്തിക്കുന്ന ആളുകൾ ആരാണ്? والذين لا يشهدون الزور وإذا مروا باللغو مروا كراما. അല്ലാഹുവിന്റെ അടിമകളെ കുറിച്ച് അല്ലാഹു പറഞ്ഞു, والذين لا يشهدون الزور, അവര് തമ്മാടിത്തരങ്ങൾക്കോ മ്ലേച്ഛതകൾക്കോ ആവാസങ്ങൾക്കോ അനാചാര പ്രവർത്തനങ്ങൾക്കൊന്നും ഓരുണ്ടാവൂല. ഓരോ ചിന്ത എന്താണ്? പരലോകത്ത് റബ്ബേ എനിക്ക് വിജയിക്കണം. ഈ ദുനിയാവ് നമ്മളോട് യാത്ര പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ദുനിയാവ് നമ്മളോട് ഇങ്ങനെ യാത്ര പറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മളിങ്ങനെ പരലോകത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ ഖബറിലേക്ക് നമ്മളിങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വീട്ടിൽ നമ്മൾ അകന്നുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ അമ്പരച്ചുംബിയെ പോലെ നമ്മുടെ ജീവിതത്തിൽ അധ്വാനിച്ച പണം കൊണ്ടൊക്കെ ഉണ്ടാക്കിയ നമ്മുടെ എല്ലാ സ്വത്തുക്കളും സമ്പാദ്യങ്ങളും എല്ലാം അവസാനിപ്പിച്ച് വിട്ടേച്ചുകൊണ്ട് 6 അടി മണ്ണിലേക്ക് ഇരുട്ടറയിലേക്ക് നമ്മളിങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നല്ലെങ്കിൽ നാളെ ഉറപ്പാണ്. അതുകൊണ്ട് നമ്മൾ തയ്യാറാകണം. നിങ്ങൾക്കറിയുമോ, ഇബാദത്തുകൾ കൊണ്ട് ചെയ്താലും അള്ളാന്റെ കാരുണ്യം നമുക്കുണ്ടാകണം. 500 വർഷക്കാലം ഒറ്റക്ക് ഇബാദത്തുകൾ കൊണ്ട് ഒരു ദ്വീപിൽ ജീവിച്ച ഒരു മനുഷ്യന്റെ കഥ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരുന്നുണ്ട്. ഒരു മനുഷ്യൻ 500 വർഷക്കാലം തനിച്ച് ഒറ്റക്ക് ഒരു ദ്വീപിൽ ജീവിക്കണം. 4 ഭാഗവും വെള്ളം മൂടപ്പെട്ട ഒരു ദ്വീപിൽ ഒരു മനുഷ്യൻ ഒറ്റക്ക് ജീവിക്കണം. അയാൾക്ക് അല്ലാഹു നൽകിയ 3 അനുഗ്രഹങ്ങളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറഞ്ഞു. ഒന്നാമത്തെ അനുഗ്രഹം എന്താരോ? ഉപ്പുരസമുള്ള സമുദ്രത്തിൽ നിന്ന് ഒരു വിരലിന്റെ വലുപ്പത്തിലുള്ള ഒരു അരുവി, ശുദ്ധജലത്തിന്റെ ഒരു അരുവി അയാൾക്ക് വേണ്ടി അള്ളാഹു ഒരുക്കി കൊടുക്കുന്നതാണ് ഒന്നാമത്തെ അനുഗ്രഹം. ഒരുപാട് അനുഗ്രഹങ്ങളിൽ 3 അനുഗ്രഹം എടുത്തു പറഞ്ഞത് ഒരിക്കൽ ശ്രദ്ധിക്കണം കേട്ടോ.
രണ്ടാമത്തെ അനുഗ്രഹം, എല്ലാ വർഷത്തിലുണ്ടാകുന്ന റുമ്മാൻ എന്ന ഉറുമാൻ പഴം എല്ലാ വർഷവും അദ്ദേഹത്തിന് അള്ളാഹു ഉണ്ടാക്കി കൊടുത്തു എന്നാണ്. മൂന്നാമത്തെ അനുഗ്രഹം എന്താരോ, ആ മനുഷ്യന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു സുജൂദിൽ കിടക്കുമ്പോൾ മരിക്കണം എന്നുള്ളത്. ആ ആഗ്രഹവും അള്ളാഹു സഫലീകരിച്ചു കൊടുത്തു. ആ മനുഷ്യൻ മരിച്ചു. 500 വർഷക്കാലം അയാൾ എങ്ങനെ ജീവിച്ചത്? നമസ്കാരം, ദിക്റുകൾ, ഖുർആൻ പാരായണങ്ങൾ, അങ്ങനെയുള്ള ഇബാദത്തുകൾ കൊണ്ട് മാത്രമാണ് ജീവിക്കുന്നത്. ആ മനുഷ്യൻ മരണപ്പെട്ടു. പരലോകത്ത് അദ്ദേഹത്തെ അള്ളാഹു കൊണ്ടുവന്നപ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സുദീർഘമായി ബുഖാരിയിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ആ ഹദീസിൽ കാണാം അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ആ മനുഷ്യന്റെ ഇബാദത്തുകൾ 500 വർഷക്കാലത്തെ ഇബാദത്തുകൾ കാരണം അള്ളാഹുവിന്റെ മലായികത്തുകൾ അദ്ദേഹത്തോട് പറഞ്ഞുവത്രേ, ഉദ്ഖുലൂഹാ ബിസലാം ذلك يوم الخلود لهم ما يشاءون فيها ولدينا مزيد ادخلوها بسلام. സമാധാനത്തോടെ ശാന്തിയോടെ ഈ സ്വർഗ്ഗത്തിലേക്ക് അങ്ങ് പ്രവേശിച്ചു കൊള്ളുക. ലഹും മാ യശാഊന ഫീഹാ വലദൈനാ മസീദ്. അവിടെ എന്താണോ ആ സ്വർഗ്ഗത്തിന്റെ അവകാശികൾ ഉദ്ദേശിക്കുന്നത്, ആഗ്രഹിക്കുന്നത്, ആ ആഗ്രഹം മാത്രമല്ല അവർക്ക് ലഭിക്കുക, വലദൈനാ മസീദ്, അതിനേക്കാളും ഇരട്ടിയാണ് അവർക്ക് അവിടെ ഉണ്ടാവുക. ആ മനുഷ്യനോട് സ്വർഗത്തിലേക്ക് കടക്കാൻ പറഞ്ഞപ്പോ ആ മനുഷ്യൻ പറഞ്ഞുവത്രേ, അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ടല്ല ഞാൻ സ്വർഗത്തിലേക്ക് പോകുന്നത്, എന്റെ കർമ്മങ്ങൾ കൊണ്ടാണ് ഞാൻ സ്വർഗത്തിലേക്ക് പോകുന്നത്. പ്രിയപ്പെട്ടവരെ, എന്റെ കർമ്മങ്ങൾ കൊണ്ടാണ് ഞാൻ സ്വർഗത്തിലേക്ക് പോകുന്നത് എന്ന് പറഞ്ഞപ്പോ അല്ലാഹു അദാ മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയെ വിളിക്കുകയാണ്. ജിബ്രീലിനോട് പറഞ്ഞു, ജിബ്രീലേ, ഈ മനുഷ്യന്റെ 500 വർഷക്കാലത്തെ ഇബാദത്തുകൾ നീ ഒന്നുകൂടി റിസർച്ച് നടത്തണം, ഒന്നുകൂടി നീ ഒന്ന് പരിശോധിക്കണമെന്ന് ഓർഡർ ഇടുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആ മനുഷ്യന്റെ 500 വർഷക്കാലത്തെ ഇബാദത്തുകളും കീറി മുറിച്ച് അതെല്ലാം പരിശോധിച്ചു നോക്കിയപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനോട് പറഞ്ഞു, അല്ലാഹു അമലുഹു മഖ്ബൂൽ, 500 വർഷക്കാലത്തെ ഇബാദത്തുകളും സ്വീകാര്യമാണ്, ഒരു അശ്രദ്ധയും വന്നിട്ടില്ല, ഇഖ്ലാസോടുകൂടി ചെയ്തതാണ്. കാരണം എന്താ? അയാൾ ഒറ്റക്കാ ജീവിച്ചത്. അയാൾ നമസ്കരിക്കുമ്പോൾ ഒരാളിന്റെ നമസ്കാരം കാണട്ടെ എന്ന് പോലും ആഗ്രഹിച്ചിട്ടില്ല, ഒറ്റക്ക് ജീവിച്ചു. അതുകൊണ്ടാണ് ആ ഹദീസ് അങ്ങനെ പറഞ്ഞു. എന്നിട്ടോ അള്ളാഹുവിനോട് പറഞ്ഞു, മഖ്ബൂലാണ്, അമൽ മുഴുവൻ സ്വീകാര്യമാണ് അല്ലാഹ്. അപ്പോ അള്ളാഹുവിന്റെ ഓർഡർ, രണ്ടാമത്തെ ഓർഡർ ഇറങ്ങുകയാണ്. എങ്കിൽ ജിബ്രീലേ, ആ മനുഷ്യന്റെ 500 വർഷക്കാലത്തെ ഇബാദത്ത് ഒരു തട്ടിലും ഞാൻ അദ്ദേഹത്തിന് ജീവിക്കാൻ 500 വർഷക്കാലം ജീവിക്കാൻ നൽകിയ അനുഗ്രഹങ്ങൾ രണ്ടാമത്തെ തട്ടിലും വെച്ചുകൊണ്ട് നീയൊന്ന് തുലനം നോക്കു ജിബ്രീലേ. ആ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിന് അല്ലാഹു നൽകിയ 500 വർഷക്കാലത്തെ അനുഗ്രഹങ്ങൾ 3 മാത്രമേ റസൂലുള്ളാഹി എടുത്തു പറഞ്ഞിട്ടുള്ളൂ. ഒരുപാട് അനുഗ്രഹങ്ങൾ ഈ ഭൂമുഖത്ത് മനുഷ്യരെ അല്ലാഹു നമുക്ക് നൽകിയിട്ടില്ലേ? ആ അനുഗ്രഹങ്ങളെല്ലാം ഒരു തട്ടിൽ വെച്ചുകൊണ്ട് രണ്ടാമത്തെ തട്ടിൽ 500 വർഷക്കാലത്തെ ഇബാദത്തുകളും വെച്ചുകൊണ്ട് ഒന്ന് തുലനം ചെയ്തു നോക്കിയപ്പോ സുബ്ഹാനല്ലാഹ്, എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ആ മനുഷ്യൻ അല്ലാഹു നൽകിയ കാഴ്ച ശക്തി എന്ന അനുഗ്രഹത്തിന് പകരമായിട്ട് മാത്രമേ 500 വർഷക്കാലത്തെ ഇബാദത്തായിട്ടുള്ളൂ. ഇനിയും ഒരുപാട് അനുഗ്രഹങ്ങൾ അല്ലാഹു അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട്. അതിനൊന്നും പകരമായി അമലുകളില്ല, അതിനൊന്നും പകരമായി നന്ദിയുടെ സൽക്കർമ്മങ്ങളില്ല. അല്ലാഹുവിന്റെ മലായികത്തുകൾ അതാ ഓർഡർ ഇട്ടിരിക്കുകയാണ്. അതെന്താണ് ആ ഓർഡർ എന്നറിയുമോ? ثم الجحيم
പിടിക്കണോ അവനെ, ചങ്ങലയിൽ ബന്ധിപ്പിക്കണോ അവനെ, നരകത്തിന്റെ പാതാളത്തിലേക്ക് വലിച്ചെറിയണോ അവനെ. ആരെയാ പ്രിയപ്പെട്ടവരെ? 50 വർഷം ജീവിച്ചവനെ കുറിച്ചല്ല, 500 വർഷക്കാലം ജീവിച്ചവൻ മാത്രമല്ല, 500 വർഷക്കാലവും ഇബാദത്തുകൾ കൊണ്ട് മാത്രം ജീവിതത്തെ ധന്യമാക്കിയ മനുഷ്യന് നാളെ പരലോകത്ത് ലഭിക്കുന്ന ആ സന്ദർഭം എന്താണ്? കത്തിയാൾ എന്ന നരകത്തിലേക്ക് വലിച്ചെറിയാനുള്ള ഓർഡറാണ്. ആ മനുഷ്യൻ അല്ലാഹുവിനോട് കെഞ്ചയായിട്ട് പറഞ്ഞുവത്രേ, വബിഫദ്ലിക യാ റബ്ബി വബിഫദ്ലിക യാ അല്ലാഹ്, നിന്റെ ഫദ്ല് കൊണ്ട്, നിന്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് നീ സ്വർഗം നൽകണേ എന്ന് പറഞ്ഞപ്പോ ആ മനുഷ്യൻ അല്ലാഹു കാരുണ്യം ഇറക്കി കൊടുത്തു. വഅദ്ഖലഹുൽ ജന്ന, ആ മനുഷ്യനെ പിന്നീട് അല്ലാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചു എന്നാണ് ഈ ഹദീസ് റസൂലുള്ളാഹി നമുക്ക് പറഞ്ഞ. എന്തിനാണെന്നോ, നമ്മളെ മനസ്സിലൊക്കെ അങ്ങനെ ഉണ്ടാവും, ഞാൻ ഒരുപാട് നോമ്പ് പറ്റിയിടും, ഞാൻ ഹജ്ജ് ചെയ്തിണ്, ഞാൻ അങ്ങനെ ഉംറ ചെയ്തിണ്, ഞാൻ എത്രയാപ്പ സക്കാത്ത് സദക്ക കൊടുത്തിട്ടുള്ളത്, ഞാൻ കൊടുത്ത സദക്ക കൊണ്ടാണ് ഇപ്പൊ ആ പള്ളിന്റെ മിനാരം ഇങ്ങനെ നിൽക്കേണ്ടത്, ഞാൻ കൊടുത്ത പണം കൊണ്ടാണ് ആ പള്ളിയിൽ ഇങ്ങനെ മിഷല്ലൊക്കെ ഉണ്ടാക്കി നമ്മുടെ മനസ്സിലിങ്ങനെ തോന്നുക. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ കർമ്മങ്ങൾ ഒന്നുമായിട്ടില്ല. കഴിയുന്ന പരമാവധി നമ്മൾ നന്മ ചെയ്യണം. എത്രത്തോളം എന്നറിയോ? ചെയ്യാൻ കഴിയുന്ന എത്രയാണോ അത്രയും ചെയ്യണം. അതിനെന്താ ചെയ്യേണ്ടത്? ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണോ? നമ്മൾ ഇന്നിങ്ങനെ ആലോചിക്കാം. എന്താ ആലോചിക്കേണ്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹസിബു ഖബ്ല അൻ തുഹാസബു. ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ഇന്ന് നിങ്ങൾ ചെയ്യേണ്ടത് ഹാസിബു ഖബ്ല അൻ തുഹാസബു, നിങ്ങൾ വിചാരണക്ക് നിങ്ങളെ എടുക്കുന്നതിന് മുമ്പ് ഇന്ന് നിങ്ങൾ നിങ്ങളെ തന്നെ ഇങ്ങനെ വിചാരണ ചെയ്യണം. നമ്മളെ തന്നെ ഇങ്ങനെ വിചാരണ ചെയ്യണം. കഴിഞ്ഞ റമളാനിൽ ഞാൻ ഇതേപോലെ കുറെ വയല് കേട്ടിട്ടുണ്ട്. കുറെ റമളാൻ സംഗമത്തിലും ഇഫ്താർ സംഗമത്തിലും ഒക്കെ ഞാൻ പോയിക്കണം. അന്നൊക്കെ പറഞ്ഞിരുന്നു അടുത്ത റമളാൻ ഞങ്ങൾ ഉണ്ടാവോ അല്ലേ? അന്നൊക്കെ അങ്ങനൊക്കെ കുറെ സംഭവങ്ങൾ ചരിത്രമൊക്കെ കേട്ടിട്ടുണ്ട്. അങ്ങനെ അന്ന് ഞാൻ അങ്ങനെ നമസ്കരിക്കാനൊക്കെ തയ്യാറായി, നോമ്പൊക്കെ നോറ്റു, സക്കാത്തൊക്കെ കൊടുത്തു, സദഖയൊക്കെ കൊടുത്തു. അന്ന് എനിക്ക് നോമ്പിലൂടെ കിട്ടേണ്ടിയിരുന്ന സാധനം എന്താണത്? തഖ്വ. ആ തഖ്വ ഈ നോമ്പ് കടന്നു വന്നപ്പോ എന്റെ ജീവിതത്തിൽ ഉണ്ടോ? ഇല്ല എങ്കിൽ നമ്മുടെ കഴിഞ്ഞ നോമ്പ് നമുക്ക് ബാത്തിലാണ്. അല്ലാഹു സ്വീകരിച്ചിട്ടില്ലാത്തോണ്ടാണ്. സ്വീകരിച്ചിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. അപ്പൊ ഈ നോമ്പിന് എനിക്കത് കിട്ടണം. ഇനി അത് ഉണ്ടായിരിക്കാൻ പാടില്ല. കാരണം എല്ലാവിധ തെറ്റിന്റെയും ഖിയാമത്ത് നാളിന് എന്തൊക്കെ അടയാളം പറഞ്ഞിരിക്കണോ ആ അടയാളത്തിനോടൊക്കെ ഏകദേശം എല്ലാം തീരുമാനമായി. ഉമ്മാനെ കൊല്ലുന്ന മക്കളെ ജീവിതമാണ്. ഒരു ഉമ്മാനെ കൊല്ലാണ് കുഴപ്പമില്ല, ഇന്ന് കൊല്ലുന്ന പരമ്പരയാണ്. ചില ഉമ്മാരൊന്നും ഇപ്പൊ ഗ്യാസിന്റെ സിലിണ്ടർ വീട്ടിന്റെ ഉള്ളിൽ വെക്കാതായി, പുറത്ത് കിട്ടക്കല എപ്പോഴാ മാന പിരാന്ത് പിടിച്ചെന്ന് അറിയില്ല. ആ രൂപത്തിലേക്ക് മാറി. എന്തെല്ലാം രൂപത്തിലുള്ള ആവാസങ്ങൾ, അശ്ലീലതകൾ, ആഡംബരങ്ങൾ, ധൂർത്തുകൾ എല്ലാം ആണ്. പെണ്ണും ആണും എല്ലാം ഒന്നും പ്രശ്നമില്ല. ആ ഒരു കാലഘട്ടം കടന്നു വന്നു. ദീന് തീക്കണലിൽ കയ്യിൽ പിടിക്കുന്നത് പോലെ ജീവിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം. റമളാൻ മാസം നോമ്പെടുത്തുകൊണ്ട് പുറത്തിറങ്ങാൻ വയ്യ. അശ്ലീലമായ വേഷവിധാനങ്ങളോടുകൂടിയാണ് സഹോദരന്മാർ ഇറങ്ങുന്നത്. കണ്ണുകൊണ്ടെങ്ങാനും ഒരു നോട്ടം അശ്ലീലതയിലേക്ക് പോയാൽ, ഹറാമായ ഒരു ദിക്കിലേക്ക് പോയാൽ ആ നോമ്പ് ബാത്തിലല്ലേ? പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവരെ ചിരിപ്പിക്കാനും അതുപോലെ പല രൂപത്തിലും നമ്മൾ പലതും സംസാരിക്കുകയല്ലേ? അനാവശ്യമായ കാഴ്ചകൾ, അനാവശ്യമായ പ്രവർത്തികൾ, അശ്ലീല വാക്കുകൾ ഇതെല്ലാം ഒഴിവാക്കാത്ത ഒരു മനുഷ്യന് രാവിലെ മുതൽ വൈകുന്നേരം വരെ വെള്ളമില്ല, ഭക്ഷണമില്ല, അത് ഒഴിവാക്കിയാണ്. അള്ളാഹ് ഒരു കാര്യമില്ല. മക്കളെ, നിങ്ങൾ പട്ടിണി കിടന്നതിന് ഒരു കാര്യമില്ല. അള്ളാഹ്ക്ക് താല്പര്യം എന്താരോ? എന്ത് ഹലാലായതിനെ ഹറാമാക്കി നിങ്ങൾ ജീവിതത്തിൽ പരിശീലിക്കണം. ഹലാലായതാണ് വെള്ളം കുടിക്കുക, തിന്നുള്ളത് ഹലാലാണ്. അത് ഈ സമയത്ത് കുടിക്കൽ ഹറാമാണ്. ഇപ്പൊ ഒരാൾ ഒരു കാര്യമില്ലാതെ വെള്ളം കുടിച്ചാൽ നരകത്തിലാണ്.
വെള്ളം കുടിക്കുന്ന കള്ളല്ല, പച്ച വെള്ളം. ഇപ്പൊ ഒരാൾ ഒരു ഉദുറില്ലാതെ ഒരു ആരോഗ്യമുള്ള ഒരു പ്രായപൂർത്തിയായ ഒരു മനുഷ്യൻ ഇപ്പൊ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാണ്, വെറുതെ നോമ്പാണ് മുറ്റ, ഓൻ നരകത്തിലാ. കാരണം എന്താ, ഓന് ഹറാം ചെയ്തു, ഒരു ഹറാം ചെയ്തു എന്നുള്ള. എന്തെങ്കിലും കാരണം ഉണ്ടായിട്ടാണെങ്കിൽ ഉദുറുണ്ടെങ്കിൽ കുഴപ്പമില്ല. എന്റെ ഈ ഹലാലായി ഇതിന് ഹറാമായി പരിശീലിച്ചത് ഈ നോമ്പാണ് കഴിഞ്ഞാൽ ഹറാമിനെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ നമുക്കൊരു ബുദ്ധിമുട്ടില്ലാതിരിക്കാനാണ്. അതുകൊണ്ട് നമ്മൾ ഇപ്പൊ വിചാരണ ചെയ്യണം, നമ്മളെ തന്നെ ചോദിക്കണം, എന്റെ എല്ലാ കർമ്മങ്ങളും റെഡിയാണോ, ഞാൻ എന്തൊക്കെ കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്, ഞാൻ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ മതിയോ എന്ന ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകണം. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പഠിപ്പിച്ചത്, യാ അയ്യുഹല്ലദീന ആമനൂ വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ. നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു ആയത്താണ്. യാ അയ്യുഹല്ലദീന ആമനൂ, ഏ സത്യവിശ്വാസികളെ, വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ, ഓരോ മനുഷ്യനും ആലോചിച്ചുകൊണ്ടിരിക്കുക, നാളത്തേക്ക് വേണ്ടി ഞാൻ എന്താണ് ചെയ്തത്, നാളത്തേക്ക് വേണ്ടി ഞാൻ എന്താണ് തയ്യാറാക്കിയത്. നാളെ എനിക്ക് നഷ്ടക്കാരുടെ കൂട്ടത്തിൽ വരാൻ പാടില്ല, അത് ചെയ്താൽ മതിയെന്നു അല്ലേ, അല്ല അത് പറഞ്ഞാൽ മതിയെന്നു, അല്ലെങ്കിൽ അത് ചെയ്യാതിരുന്നാ മതിയെന്നു എന്ന തോന്നല് നാളെ നമുക്ക് ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് ഇന്ന് ഞാനിതാ തയ്യാറാവുകയാണ് എന്ന തീരുമാനമുണ്ടെങ്കിൽ, ഇന്നല്ലദീന ആമനൂ, വിശ്വസിച്ചവരാണത്. എന്തുകൊണ്ട് നമ്മൾ ചെയ്യുന്നത്, മരണത്തിന് ശേഷം നാളെ ജീവിതമുണ്ട് എന്ന് ഉറപ്പിച്ച ഈമാനോട് കൂടിയുള്ള ആളുകൾ, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുകയാണെങ്കിൽ, ലഹും ജന്നാത്തുൻ നഈം, അവർക്കാണ് അനുഗ്രഹീതമായ കാരുണ്യത്തിന്റെ സ്വർഗ്ഗത്തോപ്പുകളുള്ളത്. അപ്പൊ അമൽ സ്വാലിഹ് ചെയ്താൽ, സ്വാഗത ഭാഷണത്തിൽ എന്റെ സുഹൃത്ത് പറഞ്ഞല്ലോ, നാളെ റബ്ബിനെ കണ്ടുമുട്ടണമെന്ന ആഗ്രഹം നിങ്ങൾക്കുണ്ടോ? ആരോടും ചോദിക്കാതെ ഈ ലോകത്തെ കാണാൻ, കാഴ്ച തന്ന റബ്ബിനെ കാണാൻ മോഹമുണ്ടോ? പ്രിയപ്പെട്ടവരെ, നമ്മുടെ ശരീരത്തിലേക്ക് എന്തൊക്കെ ചെയ്യണം, എന്തെല്ലാം ചെയ്യണമെന്ന് ആലോചിച്ചുകൊണ്ട് എടുക്കാനും അറിയാനും നടക്കാനും ഓടാനും ചാടാനുമെല്ലാം കൈകാലുകൾ തന്നു. ഒരു സഭയിൽ പോയിരുന്നാൽ എന്ന് പറയാതെ, മോശമെന്ന് പറയാതെ, നിന്റെ അടുത്ത് വന്നിരിക്കാൻ ആളുകൾക്ക് തോന്നുന്ന രൂപത്തിൽ ഏറ്റവും നല്ല സൗന്ദര്യമുള്ള ശരീരത്തെ സമ്മാനമായി തന്ന റബ്ബിനെ ഒരു നേരം കാണാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. അതെന്താ? സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ആ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ എന്തൊക്കെ സൽക്കർമ്മങ്ങൾ നമുക്ക് പ്രവർത്തിക്കാൻ കഴിയും പ്രിയപ്പെട്ടവരെ? അവിടെയാണ് ഞാൻ നിങ്ങളും ആലോചിക്കേണ്ടത്. ഞാൻ നിങ്ങളൊക്കെ എത്രയാണ് ചെയ്യുന്ന സൽക്കർമ്മം നമ്മളൊന്ന് ആലോചിക്കണം. നമ്മൾ ചെയ്യണം, നമ്മളെ നോമ്പാണ് അല്ലേ? ഓ പലപ്പോഴും നമ്മൾ പറയാറ് നമ്മളൊക്കെ നോമ്പ് വരാം. നമ്മളെ നോമ്പ് എങ്ങനെയാണ്? നമ്മളമ്മാരൊക്കെ ഒരു 4:30 എണീക്കും, അല്ല 4:15 എണീക്കും, ഭക്ഷണമൊക്കെ റെഡിയാക്കും. നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും 5:31 ബാങ്ക്, 5:15 ആവാതെ തന്നെ വിളിച്ചു കേട്ടത്. അങ്ങനെ 5:15 എണീറ്റ് ചാടി കളിച്ച് ചോറ് എന്തെങ്കിലൊക്കെ തിന്ന് അതിൽ വെള്ളം കുടിച്ച് പള്ളിയിലൊക്കെ പോയി. പിന്നെ നമ്മളവരോട് എന്തായാലും 9 മണി വരെ കിടന്നുറങ്ങാന്നുള്ളതാണ്. നമ്മളെ നോമ്പ് അങ്ങനെയാണ്, 9 മണി വരെ കിടന്നുറങ്ങാന്നുള്ളതാണ്. എന്നോട് എന്റെ ഒരു സുഹൃത്ത് ഇന്നലെ പറഞ്ഞു, എക്സാം ഡ്യൂട്ടി വന്നിട്ടുണ്ടല്ലോ അല്ലെ, അപ്പോ ഹയർ സെക്കൻഡറി എക്സാം ഡ്യൂട്ടിയാണ് നാളെ മുതൽ, ഉച്ചക്കാണ് പരീക്ഷ. സമാധാനമായ സ്ഥലം, നമുക്ക് ഒരു 12 മണി വരെ കിടന്നുറങ്ങാം. ഓന്റെ നോമ്പാണ് 12 മണി. എന്തൊക്കെ ഞാൻ പറഞ്ഞാൽ ഒരു സെക്കൻഡ് പരലോകത്തിന് വേണ്ടി ചിന്തിക്കാൻ ഈ റമദാൻ മാസത്തിൽ ഉപയോഗപ്പെടുത്തിയാൽ മതി. ചിന്തിച്ചാൽ മതി. അള്ളാഹിനെ കുറിച്ച് നിങ്ങളത് ചിന്തിക്കും, അള്ളാഹു നിങ്ങൾ എടുത്തിട്ടുണ്ടെന്നാണ്. ഒരു നന്മ ചെയ്യാൻ വിചാരിച്ച ആ ചെയ്ത കൂലിയാണ്. ഒരു തിന്മ ചെയ്യാൻ വിചാരിച്ച ആ തിന്മ ചെയ്തതിന്റെ ശിക്ഷ കിട്ടൂല. എന്നാൽ നന്മ ചെയ്യാൻ വിചാരിച്ചാൽ അത് ചെയ്തിട്ടില്ലെങ്കിലും ചെയ്തവനെ പോലെയാണെന്ന് ഷാഫി റഹ്മത്തുള്ളാഹി അദ്ദേഹത്തിന്റെ ഫതാവയിൽ രേഖപ്പെടുത്തിയായി കാണാൻ കഴിയും. ഞാൻ പറഞ്ഞെന്താന്നറിയോ, നമ്മളുടെ കർമ്മങ്ങൾ, മഹാനായ ഒരു സുഹാബി
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ മദീനത്തെ പള്ളിയിൽ ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബികളോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. എന്താണെന്നറിയുമോ പ്രിയപ്പെട്ടവരെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, അസ്ബഹ മിൻകുമൽ യൗമ സ്വായിമാ. എന്റെ സഖാക്കളെ, എന്റെ സ്വഹാബികളെ, ഒരുപാട് സ്വഹാബികൾ തെറ്റിച്ചു കടിച്ചുകൂടിയ സദസ്സിൽ വെച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ച ചോദ്യമാണ്, അസ്ബഹ മിൻകുമൽ യൗമ സ്വായിമാ. നിങ്ങളുടെ കൂട്ടത്തിൽ ഇന്ന് നോമ്പുകാരായ ആരെങ്കിലും ഉണ്ടോ? ഇന്ന് ഈ കൂട്ടത്തിൽ ആരെങ്കിലും നോമ്പുകാരുണ്ടോ? അതാ ഒരു സ്വഹാബി എണീറ്റെന്നുകൊണ്ട് പറഞ്ഞു, അനയാ റസൂലല്ലാഹ്, ഞാനുണ്ട് റസൂലേ, ഞാനുണ്ട് ഈ കൂട്ടത്തിൽ നിന്ന് നോമ്പുകാരൻ. ആ മനുഷ്യൻ മാത്രമാണ് നോമ്പോറ്റ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ചോദിച്ചു, ഫമൻ അത്അമ മിൻകുമൽ യൗമ മിസ്കീനാ. ഇന്ന് നിങ്ങളിൽ ആരെങ്കിലും ഒരു പാവപ്പെട്ടവന് ഒരു നേരത്തെ ഭക്ഷണം കൊടുത്തവനുണ്ടോ? ഉണ്ട് റസൂലേ എന്ന് പറഞ്ഞുകൊണ്ട് ആ എണീറ്റ സ്വഹാബി തന്നെ എണീക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൂന്നാമത്തെ ചോദ്യം ചോദിക്കുകയാണ്, ഫമൻ തബിഅ മിൻകുമൽ യൗമ ജനാസ. എന്റെ സഖാക്കളെ, എന്റെ സ്വഹാബികളെ, ഈ കൂട്ടത്തിൽ ഇന്ന് ആരെങ്കിലും ഒരു മയ്യത്തിനെ പിന്തുടർന്നവരുണ്ടോ? ജനാസയെ പിന്തുടർന്നവരുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആ 2 തവണ എണീറ്റ സ്വഹാബി തന്നെ എണീറ്റുകൊണ്ട് പറഞ്ഞു, അനയാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഞാനുണ്ട്, ഞാൻ ഇന്നൊരു ജനാസയെ പിന്തുടർന്നിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി 4ാമത്തെ ചോദ്യം ചോദിക്കുകയാണ്, നിങ്ങളിൽ ആരെങ്കിലും ഇന്ന് നിങ്ങളിൽ ആരെങ്കിലും ഒരു രോഗിയെ സന്ദർശിച്ചവരുണ്ടോ? റസൂലുള്ളാഹി 4 ചോദ്യമാണ് ചോദിച്ചത്. ഒന്ന്, ഈ കൂട്ടത്തിൽ നിന്ന് നോമ്പുകാരുണ്ടോ? ഈ കൂട്ടത്തിൽ നിന്ന് പാവപ്പെട്ടവന് ഭക്ഷണം കൊടുത്തവനുണ്ടോ? ഈ കൂട്ടത്തിൽ നിന്ന് രോഗിയെ സന്ദർശിച്ചവനുണ്ടോ? ഈ കൂട്ടത്തിൽ നിന്ന് ആരെങ്കിലും ജനാസയെ പിന്തുടർന്നവരുണ്ടോ? ഈ 4 ചോദ്യത്തിനും ഒരാള് മാത്രമാണ് ഉത്തരം പറഞ്ഞത്. ആരാണെന്നറിയുമോ? നാളെ സ്വർഗത്തിൽ 8 കവാടത്തിലൂടെയും സ്വർഗത്തിലേക്ക് കടക്കാൻ അനുവാദം ലഭിക്കുന്ന ഒരേ ഒരു മനുഷ്യൻ മാത്രമേ ഉള്ളൂ. അത് അസ്ഹാദ്, എന്റെ പ്രിയപ്പെട്ട സ്വദീഖാണ്. എന്റെ സ്വദീഖേ അബൂബക്കർ, എന്റെ ആയിഷയുടെ ഉപ്പയായ, എന്റെ പ്രിയതമയുടെ ഉപ്പയായ, എന്റെ കൽബിന്റെ, എന്റെ ഹൃദയത്തിന്റെ ഏറ്റവും വിശ്വസ്തനായ എന്റെ സ്വഹാബേ, അത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണെന്ന് പറഞ്ഞ ആ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു എണീറ്റുകൊണ്ട് പറയുകയാണ്, റസൂലേ, ഇന്ന് ഞാൻ നോമ്പ് നോക്കിയിട്ടുണ്ട്, ഇന്ന് ഞാൻ രോഗിയെ സന്ദർശിച്ചിട്ടുണ്ട്, ഞാനിന്ന് ജനാസയെ പിന്തുടർന്നിട്ടുണ്ട്, ഞാനിന്ന് പാവപ്പെട്ടവന് ഭക്ഷണം കൊടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന് വല്ലാത്ത അസൂയ തോന്നുകയാണ്. എന്തിനാ അസൂയ? എന്തിനാ അസൂയ? അബൂബക്കറിന് നരകം കിട്ടാനല്ല, സ്വർഗം കിട്ടിയതിലുള്ള അസൂയ. എനിക്കും അതുപോലെ ആകണം, എനിക്കും അബൂബക്കറിനെ പോലെ ആകണമെന്ന് ആഗ്രഹം ഉമർ റളിയല്ലാഹുവിനുണ്ടായി. ഉമർ റളിയല്ലാഹുവിന്റെ അവസരം ഇങ്ങനെ കാത്തു നിൽക്കണം, ഒരവസരം ഇങ്ങനെ കാത്തു നിൽക്കാൻ അബൂബക്കറിനെ പരാജയപ്പെടുത്തണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വലിയ യുദ്ധത്തിനുള്ള ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ ആയപ്പോ പണല്ല, സമ്പാദ്യമല്ല, എന്ത് ചെയ്യണം എന്ന് പറഞ്ഞ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അബൂബക്കറിനെ നോക്കിയിട്ട് പറഞ്ഞു, ഇപ്പൊ ഞാൻ ശരിയാക്കി തരാം നബിയേ, എന്റെ പണത്തിന്റെ പകുതി അങ്ങേക്ക് ഞാൻ തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് അബൂബക്കറിനെ നോക്കണം, എനിക്കൊന്ന് കാണണം, ഇന്നെങ്കിലും എനിക്ക് ജയിക്കണം. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, മാ ഇൻദക ശൈഅൻ യാ അബൂബക്കർ, അബൂബക്കറെ വല്ലതുമുണ്ടോ മോനെ കയ്യിലെന്ന് ചോദിച്ചപ്പോൾ നിറഞ്ഞ കണ്ണുകളോടുകൂടി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടി എന്താണ്? എന്റെ പണവും എന്റെയും റസൂലേ അങ്ങേക്കുള്ളതാണ്. എന്റെ പണം മുഴുവനും പകുതിയല്ല, എന്റെ പണം മുഴുവനും, അതോ എന്റെ പണം മുഴുവനും എന്ന് മാത്രമല്ല, എന്റെ ജീവിതവും എന്നെ തന്നെ റസൂലേ അങ്ങേക്കുള്ളതാണ്. അവിടെയും ഉമർ റളിയല്ലാഹു അൻഹു പരാജയപ്പെട്ടു.
ഇനിയും ഒരു അവസരം കിട്ടണം, എങ്ങനെ അബൂബക്കറിനെ പരാജയപ്പെടുത്തുമെന്നാണ് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ചിന്ത. ആ സമയത്താണ് ഉമർ റളിയല്ലാഹു അൻഹു ഒരു സ്ത്രീയെ പറ്റി കേട്ടത്. ഒരു പാവപ്പെട്ട സ്ത്രീയാണ്, ഒടിഞ്ഞു വീഴാറായ ഒരു കുടിലിൽ ജീവിക്കുന്ന ഒരു സ്ത്രീയാണ്. ആ സ്ത്രീയെ എങ്ങനെയെങ്കിലും സഹായിക്കണം, ആരും അറിയാതെ സഹായിക്കണം. അബൂബക്കർക്ക് അറിയുന്നതിന് മുമ്പ് തന്നെ ആ സ്ത്രീക്ക് എല്ലാ സഹായം ചെയ്തു കൊടുക്കണം എന്ന ആഗ്രഹമാണ് ഉമർ റളിയല്ലാഹു അൻഹുവിനുള്ളത്. ഉമർ റളിയല്ലാഹു അൻഹു ആരും അറിയാതെ, അല്ലാഹുവിന്റെ പ്രത്യേകത നിങ്ങൾക്കറിയാലോ, അതിരാ സമയത്ത് പോലും ഉറങ്ങാതെ പാവപ്പെട്ടവന്റെ കണ്ണീരപ്പാൻ മദീനത്തെ ഈത്തപ്പന ഓലകൾ, ഈത്തപ്പന മരങ്ങൾക്കിടയിലൂടെ നടന്നു നീങ്ങുന്ന ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ആ വനിതയുടെ, ആ സ്ത്രീയുടെ വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ്. അത്ഭുതം സംഭവിച്ചിരിക്കുന്നു. ആ ഒരാളും സഹായത്തിനില്ലാത്ത ഉമ്മാന്റെ വീട്ടിലെ ഭക്ഷണം റെഡിയാണ്. അവർ പുതിയ ഉടുപ്പ് ധരിച്ചിട്ടുണ്ട്, പുത്തരുടുപ്പ് ധരിച്ചിട്ടുണ്ട്, കുളിച്ചിട്ടുണ്ട്, സുഖസുന്ദരമായി ജീവിക്കുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു സ്ത്രീയോട്, ആരാണ് നിങ്ങൾക്ക് ഈ സഹായമൊക്കെ ചെയ്തു തന്നത്? ആരാണ് ഭക്ഷണം ഉണ്ടാക്കി തന്നത്? ആരാണ് നിങ്ങളുടെ ആടിന്റെ പാല് കറന്നു തന്നത്? ആരാണ്? പറയില്ല, എനിക്കറിയില്ല. പറയില്ല, എനിക്കറിയില്ല. ഒരു യുവാവ് വന്നിട്ടുണ്ട്, ആരാ നിനക്കറിയില്ല. ആളെന്ന് കാണണല്ലോ, ആളെന്ന് കാണണല്ലോ. ഉമർ റളിയല്ലാഹു അൻഹു രണ്ടാമത്തെ ദിവസം ഈത്തപ്പന ഓലകൾ കൊണ്ട് ചാരി വെച്ച ഒരു മറയുടെ ബേക്കിൽ ഇങ്ങനെ നിന്നുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അതാ 14-ാം രാവിലെ ചന്ദ്രനെ പോലെ നിലാവുള്ള ആ രാത്രിയിൽ ഒരു നിയലത നടന്നു വരികയാണ്. ആ നിയലത വീടിന്റെ ഉള്ളിലേക്ക് കയറുന്നു. ആ വീട്ടിലെ ആ സ്ത്രീയെ, വൃദ്ധയായ ആ ഉമ്മയെ കുളിപ്പിക്കുന്നു, വസ്ത്രം ധരിപ്പിച്ചു കൊടുക്കുന്നു, ഭക്ഷണം പാകം ചെയ്തു കൊടുക്കുന്നു. ഭക്ഷണം അതാ ഉരുളകളായി ആ ഉമ്മയുടെ വായിലേക്ക് വെച്ചു കൊടുക്കുന്നു. ആ നിയലങ്ങ് പുറത്തേക്ക് ഇറങ്ങിയപ്പോ ആ നിയലിന്റെ മുന്നിലേക്ക് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഒന്നുകൊണ്ട് പറഞ്ഞ മറുപടി ഇതാണ്: പ്രിയപ്പെട്ടവരെ, അബൂബക്കറില്ല, അങ്ങയെ സ്വർഗത്തിന്റെ വിഷയത്തിൽ പരാജയപ്പെടുത്താൻ എനിക്ക് സാധ്യമല്ല. സ്വർഗത്തിന്റെ വിഷയത്തിൽ അങ്ങയെ പരാജയപ്പെടുത്താൻ അബൂബക്കർ, അങ്ങയെ പരാജയപ്പെടുത്താൻ സാധ്യമല്ല. അത്രയും കർമ്മങ്ങൾ കൊണ്ട് പരലോകത്ത് സ്വർഗം കിട്ടാൻ വേണ്ടി അധ്വാനിച്ചിരുന്ന, പാടുപെട്ട് പണിയിരുത്തുന്ന സ്വഹാബികളുടെ കർമ്മങ്ങളെ കുറിച്ച് ചോദിക്കുമ്പോ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ നോമ്പ്, നമ്മുടെ സക്കാത്ത്, നമ്മുടെ ദാനധർമ്മങ്ങളൊക്കെ എവിടെയുള്ളത്? നമ്മൾ ആലോചിക്കണം. എവിടെയാ നമ്മൾ ഉള്ളത്? എന്താ നമ്മൾ ചെയ്തത്? എവിടെ? എന്നാ ഇനി കാത്തു നിൽക്കുന്നത്? പ്രായത്രായി എത്ര ഉണ്ടാവും നമ്മളൊക്കെ മനസ്സിലുള്ളത്? ഏത് നിമിഷം കഴിയുമെന്ന് ആലോചിച്ചിട്ടുണ്ടോ നമ്മൾ? നിങ്ങൾ ഇപ്പൊ ഇങ്ങനെ ചർച്ച ചെയ്യണം, നിങ്ങൾ ഇങ്ങനെ തീരുമാനിക്കണം. നിങ്ങൾ വിചാരണ ചെയ്യപ്പെടുന്ന ലോകം വരുന്നതിന് മുമ്പ് ഇപ്പൊ തീരുമാനിച്ചാൽ, ചിന്തിച്ചാൽ മതി ചെയ്തിന്റെ പ്രതിഫലമാണ്. ചിന്തിച്ചാ മതി, നിയ്യത്തെടുത്താ മതി. അതുകൊണ്ട് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സംഭവത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ട് പറഞ്ഞു: മനുഷ്യരെ, നിങ്ങൾ മത്സരിക്കേണ്ടത് പറമ്പ് വാങ്ങാനല്ല, ബിസിനസ് വളരാനല്ല, മാർക്ക് കൂടാനല്ല, കെട്ടിടങ്ങൾ ഉണ്ടാക്കാനല്ല, സ്ഥാനമാനങ്ങൾ ഉണ്ടാകാനല്ല, മറിച്ച് നിങ്ങൾ മത്സരിക്കേണ്ടത് ആ സ്വർഗത്തിന് വേണ്ടിയാണ്. ആ സ്വർഗത്തിന് വേണ്ടി മത്സരിക്കുന്നവർ അതിനു വേണ്ടി മത്സരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ആ ഒരു അധ്വാനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഏതുപോലെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബദർ ഇങ്ങനെ യുദ്ധം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബദർ യുദ്ധം ഇങ്ങനെ പെരുമ്പിരി കൊണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സ്വഹാബി, ആ സ്വഹാബിയുടെ പേര് അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്ന ഹദീസിൽ കാണാം. ആ സ്വഹാബിയുടെ പേര് ഉമൈർ ബിൻ ഹമ്മാം ബിൻ ജുമൂ അൽ അൻസാരി അസ്സൽമ അൽ ബദരി. വലിയ ദീർഘമുള്ള ഒരു പേരാണ്. അദ്ദേഹത്തെ കുറിച്ച് ഹാഫിദ് ഇബ്ൻ ഹജർ അസ്ഖലാനി അദ്ദേഹം പറയുന്നു: ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു: വല്ലദീ നഫ്സി ബിയദിഹി ലാ യുഖാതിലുഹുൽ യൗമ റജുലൻ ഫയഖ്തുലു സാബിറൻ മുഖ്തസിബൻ മുഖ്ബില ഗൈറ മുദ്ബിര ഇല്ലാ അദ്ഖലല്ലാഹുൽ ജന്ന. യുദ്ധം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോ
ഒരു മനുഷ്യൻ, ഈ സ്വഹാബി ഹമ്മാം ഇബ്നു ജുമൂ എന്ന് പറയുന്ന ഈ സ്വഹാബി യുദ്ധത്തിന്റെ അവിടെ കയറുന്ന സമയത്ത് അദ്ദേഹത്തിന് വല്ലാത്ത വിശപ്പുണ്ട്. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തോ, അദ്ദേഹത്തിന്റെ മടിത്തട്ടിൽ ഒരു ഉണങ്ങിയ കാരക്കയുടെ കഷ്ണുണ്ട്. ഒരു കാരക്കല്ലുള്ളത്, കാരക്കന്റെ കഷ്ണമാണ്. അപ്പൊ അയാള്, ആ സ്വഹാബി ആ വാള് കൊണ്ട് ആ കാരക്ക ഇങ്ങനെ മുറിച്ചിട്ട് അതിങ്ങനെ തിന്നുന്ന സമയത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് വന്നത്. സ്വഹാബിയൻ, ആ സ്വഹാബി മാഇരിക ബദർ യർഗബുഹും ഫിൽ ജന്ന ഫറമാ തംറാ. അതെ, ആ മനുഷ്യൻ കാരക്ക ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളുടെ അടുത്തേക്ക് വന്നു. അപ്പോ ആ സ്വഹാബി ചോദിച്ചൊരു ചോദ്യമാണ്, നബിയെ, വല്ലാത്ത വിശപ്പ്, ശക്തമായ ചൂട്, ഒരു തുള്ളി ഭക്ഷണം പോലുമില്ല. ഈ സമയത്ത് ഞങ്ങൾ ഇങ്ങനെ യുദ്ധം ചെയ്യുന്നുണ്ട്, എന്താണ് പ്രതിഫലം? എന്താണ് ഈ യുദ്ധം ചെയ്യുന്നുണ്ട് പ്രതിഫലം എന്ന് ചോദിച്ചപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ യുദ്ധത്തിലെങ്ങാനും അങ്ങ് വിജയിച്ചു കഴിഞ്ഞാൽ അഥവാ മരണപ്പെട്ടു കഴിഞ്ഞാൽ അദ്ഖലൽ ജന്ന, സ്വർഗ്ഗം ഉറപ്പാണ്. സ്വർഗം ഉറപ്പാണെന്ന് പറഞ്ഞപ്പോ ആ സ്വഹാബി കാരക്ക വായിലേക്ക് ഇട്ടു എന്നാണ് പറഞ്ഞത്. ആ വായിലേക്ക് ഇട്ട കാരക്ക എന്താ ചെയ്യുന്നത്? ആ കാരക്ക വായിൽ തുപ്പി. ആ തിന്നുന്ന സമയം അദ്ദേഹം പറയാണ്, ആ കാരക്ക തിന്നുകൊണ്ടിരിക്കുന്ന സമയത്തെങ്ങാനും ആ യുദ്ധത്തിൽ മരണപ്പെടാൻ, ആ യുദ്ധത്തിൽ ഷഹീദാകാനുള്ള അവസരം എനിക്ക് നഷ്ടപ്പെട്ടാലോ എന്ന് ഭയന്നിട്ട് വിശപ്പോടെ ആ തിന്നുന്ന കാരക്ക തുപ്പിയിട്ട് വാളിനെ തൂരിപ്പിടിച്ച വാളുമായി രണാങ്കണത്തിന്റെ മധ്യത്തിലേക്ക് ഇറങ്ങിച്ചെന്നു. സാബിഖൂ ഇലാ മഗ്ഫിറത്തിൻ റബ്ബിക്കും വസാരിഊ ഇലാ മഗ്ഫിറത്തിൻ റബ്ബിക്കും. അതുകൊണ്ടാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകൻ ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്, സാരിഊ ഇലാ മഗ്ഫിറത്തിൻ റബ്ബിക്കും വസാബിഖൂ ഇലാ മഗ്ഫിറത്തിൻ റബ്ബിക്കും. നിങ്ങളുടെ റബ്ബിന്റെ പാപമോചനത്തിലേക്ക് നിങ്ങൾ ഓടി വരിക, നിങ്ങൾ മുന്നേറുക. എന്തിനാണെന്നറിയുമോ? വലജന്നത്തിൻ അർളുഹാ കഅർളിസ് സമാഇ വൽ അർള്. ആകാശഭൂമിയോളം പ്രവിശാലമായ സ്വർഗമാണ് പ്രിയപ്പെട്ടവരെ നിങ്ങളെ കാത്തു നിൽക്കുന്നത്. ആർക്കാണെന്നറിയുമോ? അല്ലാഹുവിലും അവന്റെ പ്രവാചകനിലും വിശ്വസിച്ച മുഅ്മിനീങ്ങളായ ആളുകൾ, സൽക്കർമ്മകാരികളായ ആളുകളാണെങ്കിൽ അവർക്ക് അല്ലാഹു ഒരുക്കി വെച്ചിട്ടുള്ളതാണ് ആ സ്വർഗമെന്ന് പറയുന്നത്. അത് അല്ലാഹുവിന്റെ ഔദാര്യമാണ്. അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അത് നൽകുന്നതാണ്. കാരണം ഈ ആയത്തിനെ വിശദീകരിക്കുന്നതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഈ ആയത്തിനല്ല, സാബിഖൂ, നിങ്ങൾ മുന്നേറൂ, വസാരിഊ, നിങ്ങൾ ഓടി വരൂ. എവിടേക്ക്? ഇലാ മഗ്ഫിറത്തിൻ റബ്ബിക്കും, അല്ലാഹുവിനുള്ള പാപമോചനം കിട്ടാൻ നിങ്ങൾ ഓടി വരണം. എന്തുകൊണ്ട്, എങ്ങനെ? അതാണ് ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹ് ഈ ആയത്തിനെ വിശദീകരിക്കുന്ന ശരിക്ക് ശ്രദ്ധിക്കുക. അയ്യുഹന്നാസ്, ജനങ്ങളെ, ഇലൽ അമാലിസ് സ്വാലിഹാത്ത്. ഈ സാബിഖൂ വസാരിഊ എന്നല്ലോ, നിങ്ങൾ ഓടി വരണം, നിങ്ങൾ ധൃതിപ്പെട്ട് വരണം, മുന്നോട്ട് വരണം എന്ന് പറഞ്ഞാൽ എവിടേക്ക് വരണം? ഇലൽ അമാലിസ് സ്വാലിഹാത്ത്, സൽക്കർമ്മങ്ങളിലേക്ക്, നന്മകളിലേക്ക് നിങ്ങൾ വരണം. അല്ലതി തനാലൂന ബിഹാ മഗ്ഫിറത്തിൻ ദുനൂബിക്കും. ആ കർമ്മങ്ങൾ കൊണ്ട്, ആ സൽക്കർമ്മങ്ങൾ കൊണ്ട് നിങ്ങളുടെ പാപങ്ങൾ അല്ലാഹു ഇല്ലാതെയാക്കി കളയും. ഈ ആയത്തിനെ വിശദീകരിക്കുന്നത് മറ്റൊരു സൂറത്തിലെ ആയത്ത് കൊണ്ടാണ്. ഒരു ആയത്ത് മറ്റൊരായത്തിന് വിശദീകരണമുണ്ട്. അതാണ് ഖുർആന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഏതെങ്കിലും ഒരു കഥബുക്ക് വായിച്ചു കഴിഞ്ഞാൽ ഇതിനെ വിശദീകരിക്കണ വേറെ സംഭവം ഉണ്ടാവില്ല. എന്നാൽ ഖുർആൻ ഒരു ആയത്ത് വേറെ ആയത്തിന് വിശദീകരിക്കും. ഈ ആയത്തിനെ വിശദീകരിക്കുന്ന ആയത്താണ് ഏത്? ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ കർമ്മങ്ങൾ കൊണ്ട് നിങ്ങളുടെ പാപങ്ങൾ പൊറുത്തപ്പെടും. സൂറത്ത് ഹൂദ് മറിച്ച് നോക്ക, വിട്ടുപോയിട്ട് 114-ാമത്തെ ആയത്ത്. അതിൽ അല്ലാഹു പറയുന്നുണ്ട്, ഇന്നൽ ഹസനാതി യുദ്ഹിബുനസ് സയ്യിആത്ത്, ഇന്നൽ ഹസനാതി യുദ്ഹിബുനസ് സയ്യിആത്ത്. നിങ്ങൾ ചെയ്യുന്ന നന്മകൾ കാരണം നിങ്ങളുടെ തിന്മകൾ ഇല്ലാതെയാകുന്നതാണ്. അൽഹംദുലില്ലാഹ്, പ്രിയപ്പെട്ടവരെ, നമ്മൾ ചെയ്യുന്ന നന്മകൾ കാരണം തിന്മകൾ ഇല്ലാതെയാവുകയാണ്.
സംഘടനാ ആവശ്യത്തിന് വേണ്ടി, ഒരു ഫണ്ട് ലഭിക്കുന്നതിന് വേണ്ടി ഒരു വളരെ ബിസിയായ അങ്ങേയറ്റം അപ്പോയിന്റ്മെന്റുകളുള്ള ഒരു ഡോക്ടറുടെ റൂമിലേക്ക് പ്രിയപ്പെട്ടവരെ ഞാൻ കയറി ചെന്നൊരു സന്ദർഭമുണ്ട്. ആ സന്ദർഭത്തിൽ ആ ഡോക്ടർ ഇങ്ങനെ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അത്ഭുതത്തോട് കൂടി ചോദിച്ചു, ഡോക്ടറെ എന്താ നിങ്ങൾ ഇങ്ങനെ ഈ തിരക്കിൽ ഖുർആൻ ഓതാണോ? ആ സമയത്ത് ആ മനുഷ്യനാണ് എനിക്ക് ഈ ആയത്ത് കാണിച്ചത്. ആ ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു മിനിറ്റ് തരാമേ, ഇതൊന്ന് ഓദിക്കാം. സൂറത്ത് ഹൂദിലെ 114-ാമത്തെ ആയത്ത്. ഇനി തീരുമാനിച്ചു എന്താ ആയത്തരോ? ഇന്നൽ ഹസനാതി യുദ്ഹിബിനസ് സയ്യിആത്. നന്മകൾ തിന്മകളെ ഇല്ലാതെയാക്കി കളയും. ഞാൻ ഓതണ ഒരു നന്മ കണ്ട് ഞാൻ എത്ര തിന്മ ചെയ്തിട്ടെന്ന് എനിക്കറിയോ? അതൊക്കെ കണ്ട് ഇല്ലാതാവൂല. ഞാൻ കാണുന്ന സമയത്തൊക്കെ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ. അതുകൊണ്ടാണ് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, പടച്ചോനെ നാളെ പരലോകത്ത് എല്ലാ ആളുകളെയും സ്വർഗത്തിലേക്ക് പ്രവേശിക്കുമ്പോ ഈ ആള് മാത്രമാണ് പോണ്ട, ബാക്കിയുള്ളവരൊക്കെ പോയിക്കോളി എന്ന് പറയും. അങ്ങനെ സ്വന്തം വരാണ്ട് പരലോകത്ത്. ശരിക്കും ശ്രദ്ധിക്കണേ, എന്താണ് എല്ലാരും സ്വർഗത്തിലേക്ക് ഉണ്ടാക്കുമ്പോ ഈ വ്യക്തി ഒഴികെ എല്ലാരും പോയിക്കോളി എന്ന് പറയും. ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ആ വ്യക്തി ഞാനാകുമോ എന്ന ഭയമാണ് എനിക്കുള്ളത്. ആ വ്യക്തി ഞാനാകുമോ എന്ന ഭയമാണ് എനിക്കുള്ളത്. ആരാ പറഞ്ഞത്? സ്വർഗത്തെ കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട, സ്വർഗം കൊണ്ട് സുവിശേഷം അറിയിക്കപ്പെട്ട ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫ, ഇസ്ലാമിന്റെ ഒരു മനുഷ്യൻ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു. യൂഫ്രട്ടീസ് നദീതീരത്തെങ്ങാനും ഒരാട്ടിൻകുട്ടി വെള്ളം കിട്ടാതെ മരിച്ചു പോയാൽ അതിനോട് ഞാൻ അനീതി കാണിച്ചിട്ടുണ്ടോ എന്ന വിഷയത്തിൽ പരലോകത്ത് റബ്ബിന്റെ കോടതിയിൽ ഞാൻ മറുപടി പറയേണ്ടി വരുമോ എന്ന് ആശങ്കപ്പെട്ടുകൊണ്ട് ലോകങ്ങളുടെ ഏറ്റവും വലിയ നീതിമാനായ ഭരണാധികാരിയായി മാറിയ ഖത്താബിന്റെ മകൻ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു കരഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരന്മാരെ, നാളെ പരലോകത്ത് എല്ലാ മനുഷ്യരെയും സ്വർഗത്തിലേക്ക് പ്രവേശിക്കുമ്പോ ഇല്ലാ ഫതൻ വാഹിദ, ഈ മനുഷ്യൻ മാത്രം ഇങ്ങോട്ട് മാറി നിൽക്കുക എന്ന് പറയുമ്പോ ആ മാറ്റിവെക്കപ്പെട്ട മനുഷ്യൻ ഞാനാകുമോ എന്ന ഭയാണ് എനിക്കുള്ളത് എന്ന് പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ നമ്മുടെ ജീവിതത്തെ കുറിച്ച് എന്താണ് ആലോചിച്ചത്? എന്ത് സൽക്കർമ്മ നമ്മൾ വാരിക്കൂട്ടിയത്? അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരുന്നത് സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കാം. എന്തൊക്കെ ചെയ്യാൻ കഴിയോ അതൊക്കെ ചെയ്യാം. ഒന്നും നിസ്സാരായി കാണണ്ട. കാരണം എന്താ? ചെയ്യണ നന്മകളൊക്കെ നമ്മുടെ തിന്മകളെ ഇങ്ങനെ ഇല്ലാതാക്കി കളയും. അതാണ് ഈ ആയത്ത് പറയുന്നത്. മിൻ തൗബത്തിൻ വഗൈരിഹാ മിനൽ ഖുർബാ. അങ്ങനെ സൽക്കർമ്മം ചെയ്യുന്നതുകൊണ്ട് എന്താണ് മെച്ചെന്താണ്? ഒന്ന്, നിങ്ങളെ പാപങ്ങൾ ഇല്ലാതാവും. രണ്ട്, അള്ളാഹുവിന്റെ കാരുണ്യം നിങ്ങൾക്കുണ്ടാകും, അള്ളാന്റെ തൃപ്തി നിങ്ങൾക്കുണ്ടാകും. ആ തൃപ്തി കൊണ്ട് നിങ്ങൾ എന്താകും? അള്ളാഹുവിന്റെ അടുത്ത് നിങ്ങൾക്ക് ഏറ്റവും വലിയ സ്ഥാനം ഉണ്ടാവും. നേരത്തെ പറഞ്ഞല്ലോ, ആമുഖമായി പറഞ്ഞല്ലോ, മലക്കുകളാണ് അള്ളാഹിന്റെ ഏറ്റവും വലിയ മുഖറബീങ്ങൾ. ആ മലക്കുകളെക്കാളും അള്ളാഹുവിന്റെ അടുത്ത് സ്ഥാനം കിട്ടുന്ന ഒരേ ഒരു സൃഷ്ടി അത് മനുഷ്യരാണ്. നമ്മുടെ ഇബാദത്തിന്റെ അലങ്കാരം കൊണ്ട് കട്ടിയുള്ള കനമുള്ള കർമ്മങ്ങളുമായി നാളെ അള്ളാഹിനെ കണ്ടുമുട്ടാൻ നമുക്ക് സാധ്യമാകണം. അതേ പ്രിയപ്പെട്ടവരെ, ആ നിലക്ക് സൽക്കർമ്മങ്ങളുമായി നമ്മൾ മുന്നേറണം. ആരും കാണിക്കാനല്ലല്ലോ. മഹാനായ അലി റളിയല്ലാഹു അൻഹുവിന്റെ ഒരു പേരമകൻ, അദ്ദേഹത്തിന്റെ പേര് അലി എന്നാണ്. അലി റളിയല്ലാഹു അൻഹുവിനോടുള്ള മുഹബ്ബത്ത് കാരണം മക്കള് അലി എന്നാണ് ആ പേരക്കുട്ടിക്ക് പേരിട്ട്. അതായത് അലി റളിയല്ലാഹുവിന്റെ പേരമകൻ പൗത്രൻ ഇട്ട പേര്. പക്ഷെ അയാൾ ശരിക്കുള്ള പേര് സൈനുൽ ആബിദീൻ. സൈൻ എന്ന് പറഞ്ഞാൽ ഗുഡ്, ആബിദ് എന്നാൽ അദ്ദേഹത്തിന്റെ പേര് ആബിദ് എന്നാണ്. ആരാധിക്കുന്നവൻ, അള്ളാന്റെ അടിമ. ആരാധനകൾ കൊണ്ട് ധന്യമാക്കിയവൻ എന്ന പേരിൽ അദ്ദേഹത്തിന് സൈനുൽ ആബിദീൻ എന്ന ആളുകൾ അദ്ദേഹത്തെ വിളിച്ചിരുന്നു. അദ്ദേഹത്തിന് ശരിക്കുള്ള പേര് അലി. ഈ സൈനുൽ ആബിദീൻ എന്ന് പറയുന്ന ഈ സ്വഹാബി അല്ല, താബി പണ്ഡിതനാണ്. അദ്ദേഹം ഒരു ഗവർണറായി, ഒരു രാജഭരണത്തിന്റെ ആളാണ്, ഒരു രാജാവ്. അദ്ദേഹം മരണപ്പെട്ട അദ്ദേഹത്തിന്റെ മയ്യത്ത് ഇങ്ങനെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രിയപ്പെട്ടവരെ അദ്ദേഹത്തിന്റെ മുതുകിൽ വല്ലാത്ത ഒരു വലിയ ഒരു തയമ്പുണ്ടായി.
അപ്പൊ ഈ മയ്യത്ത് കുളിപ്പിക്കുന്ന സമയത്ത് ഒരു രഹസ്യവും പുറത്തു വരാൻ പാടില്ല എന്നുള്ളതാണ്, ഒന്നും പറയാൻ പാടില്ല. പക്ഷെ ഈ ഒരു തയമ്പ് കണ്ട സമയത്ത് വല്ലാത്തൊരു അത്ഭുതം. എന്താ പതുരെ നമ്മളാരും ശ്രദ്ധിച്ചിട്ടില്ല, അങ്ങോട്ട് പറഞ്ഞിട്ടില്ലല്ലോ, എന്തെങ്കിലും ഈ രോഗം വല്ലതായിരുന്നോ എന്നൊരു രൂപത്തിൽ കുളിപ്പിച്ച ആളുകൾ ഭാര്യയോട് ചോദിച്ചു, ശരീരത്തിൽ ഇങ്ങനെ ഒരു മറുകുണ്ടല്ലോ, ഒരു തയമ്പുണ്ടല്ലോ, വല്ല രോഗം എന്തോ അറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ ചോദിച്ചപ്പോ കൂടെ കിടക്കുന്ന ഭാര്യ പോലും പ്രിയപ്പെട്ടവരെ ആ ശരീരത്തിലുള്ള തയമ്പ് കണ്ടിട്ടില്ല. ആ തയമ്പ് കണ്ടാണെന്നറിയുമോ? മരണപ്പെട്ടതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞപ്പോ അടുത്തുള്ള ഒരു ഗ്രാമം ഇന്ന് വരെ ഇല്ലാത്ത ഒരു പട്ടിണിയിലേക്ക് പോവുകയാണ്. വല്ലാത്ത പട്ടിണി ബാധിക്കുകയാണ്. ആളുകൾ അവിടെയുള്ള ഭരണാധികാരികൾ ആ ഗ്രാമത്തിൽ ചെന്നന്വേഷിച്ചു, എന്തേ നിങ്ങൾക്ക് പെട്ടെന്നൊരു പട്ടിണി ഉണ്ടാകാൻ കാരണം? അവര് പറഞ്ഞു, ഞങ്ങൾക്ക് ഭക്ഷണമില്ലാത്ത സാഹചര്യങ്ങളിൽ ഞങ്ങൾക്ക് തിന്നാനുള്ള ഭക്ഷണങ്ങൾ വലിയ വലിയ ചാക്കുകളിലായിക്കൊണ്ട് ഒരു മനുഷ്യൻ ഇവിടെ കൊണ്ടുവന്ന് വെക്കാറുണ്ടായിരുന്നു. ആ മനുഷ്യൻ ഇപ്പോൾ കാണാനില്ല കേട്ടോ. ആരായിരുന്നു അത്? ഒരു രാജ്യത്തിന്റെ ഗവർണർ, ഒരാളും അറിയാതെ ഒരു നാടിന്റെ ആളുകളുടെ പട്ടിണി മാറ്റാൻ, ഒരു നാട്ടിലെ ജനങ്ങളുടെ കണ്ണീരപ്പാൻ മുന്നോട്ട് പോയി. സൽക്കർമ്മങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോകുമ്പോ, സൽക്കർമ്മങ്ങളുമായി നമ്മൾ കുടിക്കുമ്പോ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർമ്മങ്ങൾ കൊണ്ട് അള്ളാഹു പരലോകത്ത് സമ്മാനങ്ങളായി നമുക്ക് നൽകും. അതുകൊണ്ട് ഈ റമദാനിനെ ഏറെ ജാഗ്രതയോടുകൂടി നമ്മൾ കാണണം. നമ്മൾക്ക് കാണാൻ കഴിയുന്ന ഒന്നാമത്തെ ജാഗ്രത, ഒന്നാമത്തെ വിഷയം നമ്മുടെ നമസ്കാരം. ഒരു കാരണവശാലും ഈ റമദാനിൽ നമ്മൾ തുടങ്ങണം. ഒരു ജമാഅത്ത് നമസ്കാരം പോലും ഈ റമദാനിൽ ഞാൻ ഒഴിവാക്കുകയില്ല, മനഃപൂർവ്വം ഉപേക്ഷിക്കുകയില്ല. മൻ തറക സ്വലാത്തൽ മക്തൂബത മുതഅമ്മിദാ, ആരെങ്കിലും മനഃപൂർവ്വം നിർബന്ധ നമസ്കാരം ഉപേക്ഷിച്ചാൽ ബുരിഅതു മിൻഹു അൽദിമ്മ, അവൻ അല്ലാഹുവിന്റെ സംരക്ഷണത്തിൽ നിന്ന് പുറത്തു പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിൽ പതിവാക്കിയിരുന്ന പ്രാർത്ഥന എന്താണെന്നറിയുമോ? ഞാൻ കണ്ണിമ വെട്ടുന്ന സമയത്തേക്ക് പോലും എന്റെ കാര്യം എന്നെ നീ ഏൽപ്പിക്കല്ല അല്ലാഹ്. ഞാനിങ്ങനെ കണ്ണിങ്ങനെ അടക്കുന്ന സമയത്തേക്ക് പോലും നാദാ എന്റെ കാര്യം എന്നെ ഏൽപ്പിക്കല്ല എന്ന അല്ലാഹുവിന്റെ റസൂല് പ്രാർത്ഥിച്ചത്. നമ്മളോട് അല്ലാഹുവിന്റെ റസൂല് പറയാണ്, ളുഹർ, അസർ, മഗ്രിബ്, ഇശാ, സുബ്ഹ് ഫർളാണ് 5 നേരത്തെ നമസ്കാരം. അത് മനഃപൂർവ്വം ഉപേക്ഷിച്ചാൽ അവൻ അല്ലാഹുവിന്റെ സംരക്ഷണത്തിൽ പുറത്താണ്. കാരണം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, മറന്നുപോയി, ഉറങ്ങിപ്പോയി. ഈ 2 കാരണമില്ലാതെ ഇപ്പൊ ഇന്ന് ളുഹർ നമ്മൾ എന്ത് ചെയ്തു? മറന്നുപോയി, ഉറങ്ങിപ്പോയി. ഈ 2 കാരണമില്ലാതെ ഈ ളുഹർ ഇന്ന് അസറിന്റെ സമയത്ത് നിസ്കരിക്കാൻ ഒരനുവാദമല്ല. പോയാ പോയി, പിന്നെ ഇനി ജീവിതത്തിൽ ആ നമസ്കാരമല്ല. പല ആളുകളും ഒന്നായിട്ട് കൂട്ടിയെടുക്കല്ലോ ആ പരിപാടി. നമസ്കാരത്തിന്റെ വിഷയത്തിലില്ല, എന്നാ നോമ്പിന്റെ വിഷയത്തിലുണ്ട്. ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ. നമസ്കാരം ഖളാ കൂട്ടുന്ന വിഷയം ഇസ്ലാമിലില്ല. ഇനിയോ രണ്ടാമത്തെ വിഷയം, ആ നമസ്കാരത്തെ കുറിച്ച് നമ്മൾ ചെയ്യുമ്പോഴാണ് മത്സരമാണ് ഇനി വേണ്ടത്. ഒന്നാമത്തെ സ്വഫിൽ ഞാനെത്തും എന്നുള്ള വാശി നമുക്കുണ്ടാകണം. ഒന്നാമത്തെ സ്വഫിൽ ഞാനെത്തും. സ്വഹാബിയുടെ കാലത്ത് ബാങ്ക് വിളിക്കാൻ പോലും മത്സരം. കാരണം എന്താരോ? ബാങ്ക് വിളിക്കുന്ന ആൾക്കുള്ള സ്വർഗം എന്താന്ന് പറയുന്നത്? ബാങ്ക് വിളിക്കുന്ന ഒരു മനുഷ്യന് കിട്ടുന്ന പ്രതിഫലം അറിഞ്ഞാണ്ടല്ലോ ഇന്ന് നമ്മൾ പള്ളിക്ക് ഇറങ്ങൂല, അടുത്ത ഞാനുള്ള നറുക്കെടുപ്പ് വരെ നടത്തും. ആ അത്രയും പ്രതിഫലാണ് ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിന് നാളെ പരലോകത്ത് കിട്ടുന്ന സ്വർഗം, പുണ്യം. നോക്കൂ, അദ്ദേഹത്തിന്റെ ശബ്ദങ്ങൾ കൊണ്ട് സമൂഹത്തിൽ എത്രയെത്ര മരങ്ങളുണ്ടോ, എത്രയെത്ര ചരൽ മനത്തനികളുണ്ടോ, ആ മരത്തനികളും മരങ്ങളുമെല്ലാം ആ മനുഷ്യന് നാളെ അല്ലാഹുവിന്റെ മുമ്പിൽ റെക്കമെൻഡ് ചെയ്യുമെന്നാണ്, സാക്ഷിയാകുമെന്നാണ്. അല്ലാഹ് നിന്റെ പേര് ഉച്ചത്തിൽ ഉറക്കെ പ്രഖ്യാപിച്ച മനുഷ്യനാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിന് നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. പറവകളുണ്ട്, പക്ഷികളുണ്ട്, മരങ്ങളുണ്ട്, അതേ ചരൽ മണൽത്തലകൾ പോലും ആ മനുഷ്യന് വേണ്ടി നാളെ അല്ലാഹുവിന്റെ മുൻപിൽ സാക്ഷിയാകുമെന്നാണ്.
സ്വർഗം കിട്ടാൻ ബാങ്ക് കൊടുക്കാൻ വേണ്ടി മത്സരിച്ചിരുന്നു സ്വഹാബികൾ. ഒന്നാമത്തെ സഫിലെത്തിയാലുള്ള പ്രതിഫലം നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ പ്രിയപ്പെട്ടവരെ, ആ ഒന്നാമത്തെ സഫിൽ നിന്ന് നിങ്ങൾ ഒരു കാരണവശാലും ഇറങ്ങിപ്പോരൂല. ഇനിയോ ആ നമസ്കാരം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു മത്സ്യം വെള്ളത്തിൽ എങ്ങനെയാണോ ജീവിക്കുന്നത് അതുപോലെ ഒരു മനുഷ്യൻ പള്ളിയിൽ ജീവിക്കണമെന്നാണ്. മത്സ്യം വെള്ളത്തിൽ ജീവിക്കണ പോലെയാണ് ഒരു വിശ്വാസി പള്ളിയിൽ കൂടാൻ ഇറങ്ങൂല, അവൻ അവിടെ നിന്ന് പോകൂല. കാരണം ഇരിക്കുന്ന ഓരോ ഇരുത്തത്തിലും അവന്റെ ദിക്റിന് കിട്ടുന്ന പ്രതിഫലം, പ്രത്യേകിച്ച് റമദാനിലാണെങ്കിൽ എന്റെ ഉമ്മമാരെ ഉപ്പമാരെ നമ്മൾ തിട്ടപ്പെടുത്തേണ്ടതുണ്ടോ? നമസ്കാരം കഴിഞ്ഞതിന് ശേഷം എന്തെല്ലാം ദുആകളുണ്ട്, പ്രത്യേകിച്ച് മഗ്രിബ് നമസ്കാരത്തിനും അതുപോലെ തന്നെ സുബഹ് നമസ്കാരത്തിനും. നമസ്കാരം കഴിഞ്ഞ ദിക്റുകളില്ലേ, സുബ്ഹാനല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് ഇല്ലേ, അതുപോലെ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ഇല്ലേ, അതിനുശേഷം ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്നൊരാൾ ചൊല്ലിയാൽ കടലിലെ നുരയോളം പതയോളം തിരയിലെ പതയോളം അതിലെ നുരയോളം പാപങ്ങളുണ്ടെങ്കിൽ അല്ലാഹു പുറത്തു തരികയാണ്. ശേഷം ഒരു മനുഷ്യൻ ആയത്തുൽ കുർസി പാരായണം ചെയ്താൽ അവന്റെയും സ്വർഗത്തിന്റെയും ഇടയിൽ ഒരു കാര്യം മാത്രമേ തടസ്സമുള്ളൂ, അത് അവന്റെ മരണമാണ്. നിർബന്ധമായ നമസ്കാരത്തിന് ശേഷം ആയത്തുൽ കുർസി പാരായണം ചെയ്താൽ ഇനി അവന് സ്വർഗത്തിൽ കടക്കാൻ ഒന്ന് മാത്രമാണ് തടസ്സമുള്ളത്, അത് അവന്റെ മരണം മാത്രമാണ്. ശേഷം പ്രിയപ്പെട്ടവരെ സഹോദരങ്ങളെ, 3 തവണ ഇഖ്ലാസ്, 3 തവണ ഫലക്ക്, 3 തവണ നാസ് ഓതിയാൽ അവന്റെ എല്ലാ പാപങ്ങളും അല്ലാഹു കരിച്ചു കളയുകയാണ്. ശേഷം അതാ സുന്ദരമായ മനസ്സോടുകൂടി അവന്റെ ആഗ്രഹങ്ങൾ അല്ലാഹുവോട് അവൻ ചോദിക്കണം, അല്ലാഹുവോട് അവൻ പറയണം, അല്ലാഹുവോട് അവൻ യാചിക്കണം. ഈ റമദാനിലെങ്കിലും പ്രിയപ്പെട്ടവരെ നമ്മൾ ഇത് പതിവാക്കണം. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളത് ആരെയാണെന്നറിയുമോ? യാചിക്കുന്നവരെയാണ്. ശരിക്കും ശ്രദ്ധിച്ചോളി, അള്ളാഹ് ഏറ്റവും ഇഷ്ടം ആരെയാണ്? യാചന നടത്തണവനാണ്. മനുഷ്യന്മാരോട് യാചന നടത്തണവനല്ല, അള്ളാഹിനോട് യാചന നടത്തണവനാണ്. മനുഷ്യനോട് യാചന നടത്തണവൻ അള്ളാഹു ശപിച്ചിരിക്കുകയാണ്. എങ്ങനെ? ഒരു മനുഷ്യനോട് യാചിച്ചാൽ, ഒരു തവണ യാചിച്ചാൽ 70 തവണ യാചിക്കാനുള്ള അവസരം അള്ളാഹു ഉണ്ടാക്കി കൊടുക്കുന്ന. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ആ പരിപാടി ചെയ്യാൻ പാടില്ല. പിന്നെ ആരോടാ യാചിക്കേണ്ടത്? ചോദിക്കുകയാണെങ്കിൽ ആരോട് ചോദിക്കണം? അള്ളാഹിനോട് ചോദിക്കണം. സഹായം തേടുകയാണെങ്കിൽ അള്ളാഹിനോട് സഹായം തേടണം. അള്ളാഹിനോട് ഒരാൾ പ്രാർത്ഥിക്കുകയാണ്, സഹായം തേടുകയാണെങ്കിൽ അള്ളാഹു സൂറത്ത് ഫുർഖാൻ അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: നബിയെ, ജനങ്ങളോട് അങ്ങ് പറഞ്ഞു കൊടുക്കണം, നിങ്ങൾ റബ്ബ് നിങ്ങളെ എങ്ങനെ പരിഗണിക്കാനാണ്? നിങ്ങളുടെ പ്രാർത്ഥന ഇല്ല എങ്കിൽ അതുകൊണ്ട് ഇന്നു മുതൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും റബ്ബിനോട് ചോദിക്കണം, റബ്ബിനോട് പറയണം. രാവിലെ എല്ലാ ദിവസവും അള്ളാഹിനോട് 3 തവണ സ്വർഗത്തെ ചോദിക്കണം. ഇത് പ്രാർത്ഥനയുടെ വിഷയമാണ്. ദിവസവും 3 തവണ അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ജന്ന, 3 തവണ അല്ലാഹുവോട് രാവിലെ സ്വർഗ്ഗത്തെ ചോദിക്കണം. ഇല്ലാ അദ്ഖലഹുൽ ജന്ന, എങ്കിൽ ആ മനുഷ്യൻ അല്ലാഹു സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കുമെന്നാണ്. 3 തവണ അല്ലാഹുവോട് ദിവസവും നരകത്തിൽ നിന്ന് രക്ഷപ്പെടത്ത് ചോദിക്കണം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനന്നാർ, 3 തവണ ഒരാൾ നരകത്തിൽ നിന്ന് അല്ലാഹുവോട് രക്ഷ തേടിയാൽ അവൻ അല്ലാഹു നരകത്തിൽ നിന്ന് സംരക്ഷിക്കുമെന്നാണ്. പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിന്റെ അടിവേരായ നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ ഒരു നിർബന്ധ നമസ്കാരത്തിന് ശേഷവും നമ്മൾ എണീറ്റ് പോകാൻ പാടില്ല. അള്ളാഹിനോട് വിചാരണ ലളിതമാക്കാൻ പ്രാർത്ഥിക്കണ്ടേ? നമ്മുടെ ഹൃദയം അള്ളാഹിന്റെ ദീനിൽ സ്ഥായിയായി നിൽക്കാൻ പ്രാർത്ഥിക്കണ്ടേ? ഹിദായത്തിൽ ഉറപ്പിച്ച് നിൽക്കാൻ പ്രാർത്ഥിക്കണ്ടേ? നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണ്ടേ? അള്ളാഹുവിനോട് നല്ല ആരോഗ്യമുള്ള ആയുസ് നൽകാൻ പ്രാർത്ഥിക്കണ്ടേ? അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ആഫിയത ഫിദ്ദുനിയാ വൽ ആഖിറ. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിന് വേണ്ടി നമ്മൾ ഇങ്ങനെ തേടുകയാണെങ്കിൽ ഇതിനൊക്കെ കൂലി കിട്ടുകയാണ്. നമ്മൾ തേടുന്നതും ചോദിക്കണമൊക്കെ നമുക്ക് വേണ്ടിയാണെങ്കിൽ ഈ പ്രാർത്ഥിക്കുന്നതിനൊക്കെ പ്രതിഫലം കിട്ടുകയാണ്. നന്മ കൊണ്ട് നമ്മൾ മുന്നേറുക, ഒരു നന്മയും നിസ്സാരമാകാതിരിക്കുക.
പ്രിയപ്പെട്ടവരെ, ഈ റമളാനിന്റെ ദിനരാത്രങ്ങൾ പരിശുദ്ധ ഖുർആന്റെ പാരായണം കൊണ്ട് നിങ്ങൾ സജീവമാക്കുക. ഇഖ്റഊൽ ഖുർആന ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ശഫീഉൽ അസ്ഹാബിഹി. ആ ഖുർആൻ ഇങ്ങനെ ഓതുന്ന ഒരാൾക്ക് നാളെ അള്ളാന്റെ ഖുർആൻ അള്ളാനോട് റെക്കമെൻഡ് ചെയ്യും. എന്തൊക്കെ റെക്കമെൻഡ് ചെയ്യാണ്ട് ഈ റമളാനിലാണെങ്കിൽ നമ്മുടെ ഖുർആൻ പാരായണം, നോമ്പ്, നമ്മുടെ നമസ്കാരങ്ങൾ, നമ്മുടെ ദിക്റുകൾ, ദുആകൾ, ഇതൊക്കെ റബ്ബിനോട് നാളെ പരലോകത്ത് നമുക്ക് വേണ്ടി അള്ളാഹിനോട് പറയും. ഇതൊക്കെ നമ്മൾ ഒഴിവാക്കാതെ താൻ തോന്നിവാസിയായി രാവിലാവണു വൈകുന്നേരമാവണു ആയുസ് കഴിഞ്ഞു, ഈ വർഷം കഴിഞ്ഞൂലേ, എന്നെപ്പോ ഒരു നോമ്പാണ്ട് കഴിഞ്ഞത് എന്നൊക്കെ പറയാം നമ്മൾ സാറാ, എന്നെപ്പോ ഒരു ദിവസം കഴിഞ്ഞതും നമ്മൾ പറയും. പക്ഷേ എന്നെപ്പോ ഈ സാധനത്തിൽ ഉണ്ടായത് നമ്മൾ ചോദിച്ചില്ല. എന്നെപ്പോ ഒരു വെള്ളിയാഴ്ച ആയത് നമ്മൾ ഇങ്ങനെ ആലോചിക്കുമ്പോ ആ വെള്ളിയാഴ്ചന്റെ ജീവിതത്തിൽ കിട്ടേണ്ട വല്ലതും കിട്ടിയോ? എന്നെപ്പോ ഒരു നോമ്പ് കഴിഞ്ഞത് നമ്മൾ ഇങ്ങനെ ആലോചിക്കും. ആ നോമ്പിന് കിട്ടേണ്ടത് കിട്ടിയോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടത്, കഴിഞ്ഞോന്നല്ല, അത് കഴിഞ്ഞപ്പോ കിട്ടേണ്ടത് കിട്ടിയോ, അതാണ് നമ്മളെ മനസ്സിലുണ്ടാക്കേണ്ടത്. ദിക്റുകൾ, ദുആകൾ പതിവാക്കണം. പ്രഭാതത്തിൽ നിന്ന് തന്റെ കിടപ്പറയിൽ നിന്ന് എണീക്കുമ്പോ അല്ലാഹുമ്മ അഹ്യാനാ ബഅദമാ അമാതനാ വ ഇലൈഹി നുശൂർ. റബ്ബിനോടുള്ള അങ്ങേയറ്റത്തെ ശുക്റാണ് പ്രിയപ്പെട്ടവരെ. അത് അല്ലാഹുവിനോട് അങ്ങേയറ്റത്തെ നന്ദിയുടെ പ്രകടനമാണത്. മരിച്ചത് പോയ ഞാൻ കിടന്നതാണ്, എനിക്കറിയില്ല എന്ന് ഞാൻ മരിച്ചിട്ടുണ്ടോ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് ഇപ്പോ ഞാൻ ഇതാ ഉണർന്നിരിക്കുകയാണ്, എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എണീക്കുന്നു. ഇടത് കാല് വെച്ചുകൊണ്ട് ബാത്റൂമിലേക്ക് കയറുന്നു. ഇടത് കാല് വെച്ചുകൊണ്ട് കയറുന്നതിന് പുണ്യം ചൊല്ലുകയാണ് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസ്. അതേ പ്രാഥമിക കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ നമ്മൾ വലത് കാല് വെച്ചുകൊണ്ട് ഇറങ്ങുകയാണ്. അതിന് പുണ്യം, ചെല്ലുന്ന ദിക്റിന് പുണ്യം. പടച്ചറബ്ബേ, എനിക്ക് മൂത്രം ഒഴിക്കണമെന്നുണ്ടായിട്ടുണ്ട്, അത് ഒഴിക്കാൻ സാധിച്ചത് തന്നത് നിന്റെ കാരുണ്യമാണ്. അൽമാസ് ഹോസ്പിറ്റലിൽ 2 മണിക്ക് എന്റെ ഉമ്മാനെത്തി ഞാൻ ഹോസ്പിറ്റലിൽ പോയപ്പോഴേ പുറത്ത് ഇങ്ങനെ നിക്കണം എന്ന് പറഞ്ഞു. പറയൂ ആ നിക്കണ സമയത്ത് ഒരു മനുഷ്യന് വയറൊക്കെ പട താങ്ങി പിടിച്ചിട്ട് വരികയാണ്, നടക്കാൻ വയ്യ. എന്തേ കുട്ടിയെ ഒന്ന് യൂറിൻ പാസ് സാധിക്കാത്ത, മൂത്രയിക്കാൻ പറ്റണില്ല. വന്ന് പൈപ്പിട്ട് കഴിഞ്ഞ ശേഷം മൂപ്പര് പറഞ്ഞൊരു ആശ്വാസം ഉണ്ടാവും, വല്ലാത്തൊരിത്, ഇനി അടുത്തിനും വരണല്ലോ, ഇപ്പൊ ഒരു ആശ്വാസം ഉണ്ട്, ഇനി അടുത്തിനും വരണല്ലോ, അടുത്ത 2-3 മണിക്കൂറിനുള്ളിൽ ഇനിയും ഈ പരിപാടിക്ക് വരണം. സ്വന്തമായിട്ട് മൂത്രയിക്കാൻ കഴിയുന്നില്ല പ്രായമായപ്പോ. നമ്മള് ബാത്റൂമിലേക്കാണ് കയറിയപ്പോ നമ്മുടെ മലം, നമ്മുടെ മൂത്രം അത് വയറ്റുന്ന് അതാണ് പോവാൻ അള്ള വിചാരിച്ചതുകൊണ്ടാ. അതിനാണ് നിനക്കാണ് നന്ദി. ശേഷം നമ്മൾ ഉളു എടുക്കുന്നു, പ്രാർത്ഥിക്കുന്നു, പള്ളിയിലേക്ക് ഉളുവോടുകൂടി നടന്നു പോകുന്നു. ഓരോ കാല് വെക്കുന്നതിനനുസരിച്ച് പുണ്യം, ഓരോ കാല് ഉയരുന്നതിനനുസരിച്ച് പുണ്യം. ഒരു കാല് താവുമ്പോ ഒരു തിന്മ കരിഞ്ഞു പോകും, ഒരു കാല് പൊക്കുമ്പോ നന്മ കൂടും. അതിന് ഓരോ സ്റ്റെപ്പിനും കൂലിയാണ്. പള്ളിയിലേക്ക് കയറുമ്പോ വലത് കാല് വെച്ചുകൊണ്ട് കയറുകയാണ്. അല്ലാഹുമ്മ ഇഫ്തഹ് ലീ അബ്വാബ റഹ്മതിക. നാദാ, കാരുണ്യത്തിന്റെ ഗോഡൌണിലേക്കാണ് ഞാൻ കയറുന്നത്, എനിക്കത് നീ തുറന്നു തരണേ അല്ലാ. മനസ്സിലുണ്ടാകണം, വെറുതെങ്ങനെ ഒരു ആന്തരികമായിട്ട് പറഞ്ഞ കാര്യമില്ല. ആ കാരുണ്യം കിട്ടണമെന്ന് വിചാരിച്ചു ചെല്ലണം. അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോ എല്ലാ പ്രാർത്ഥനകളും ദിക്റുകളുമായുള്ള സംരക്ഷണവുമായി, പ്രാർത്ഥനകളുടെ സംരക്ഷണവുമായി ഇടത് കാല് വെച്ചുകൊണ്ട് നമ്മൾ പള്ളിയിൽ ഇറങ്ങുകയാണ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫദ്ലിക. അതാ, ഇനിയും നിന്റെ കാരുണ്യം എനിക്ക് വേണം. അപകടം ഉണ്ടാവാം, പെട്ടെന്നുള്ള മരണം വരാം, ചീറിപ്പായണ വാഹനം വരാം, തെങ്ങ് തലക്ക് വീക, രോഗം വരാം, മാരകമായ അസുഖങ്ങൾ വരാം. ഇങ്ങനെ ദിക്റുകൾ, ദുആകൾ നമ്മൾ പതിവാക്കണം. സ്വതക്കകൾ, ദാനധർമ്മങ്ങൾ നമ്മൾ ധാരാളമായി കൊടുക്കണം. എല്ലാ ദിവസവും രാവിലെ 2 മലക്ക് വരും. ഒരു മലക്ക് പറയും, അല്ലാഹുവേ, നിന്റെ മാർഗത്തിൽ ചെലവഴിക്കണമെന്ന് നീ ഇരട്ടി കൊടുത്താളാണ്. അപ്പൊ ഒരു മലക്ക് ഒരാൾക്ക് കൊടുക്കാത്ത ഒരാളാണെങ്കിലോ ആ 2ാമത്തെ മലക്ക് പ്രാർത്ഥിക്കാൻ, അല്ലാഹ്, ഈ മനുഷ്യനെ പിടിച്ചു വെച്ചിരിക്കണം, ഒരു മനുഷ്യനെ കൊടുക്കാതെ എനിക്ക് അങ്ങനെ ഉണ്ടായാലോ, എനിക്ക് രോഗം ഉണ്ടായാലോ, എനിക്ക് അങ്ങനെ ചെയ്യാലോ, എനിക്ക് വീട് പണി നടക്കാണ്ടല്ലോ, അവിടെ ഷീറ്റ് ഇടാണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഒരു മനുഷ്യന് കൊടുക്കാതെ എങ്ങനെ വെച്ചിരിക്കുകയാണെങ്കിലോ
അള്ളാഹുവിന്റെ ആ മലക്ക് പറയും റബ്ബേ ആണ് നശിപ്പിച്ചാളാണ്. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ ഒരു പ്രാർത്ഥന, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പ്രാർത്ഥന അല്ല, ഒരു വർത്താനം. ഈ രണ്ട് മലക്കുകൾ ഇങ്ങനെ പ്രാർത്ഥിക്കും, അള്ളാഹ് നിന്റെ മാർഗത്തിൽ കൊടുക്കുന്നവർക്ക് ഡബിൾ കൊടുത്തോന്നാണ്. ഒന്ന് കൊടുത്താൽ 1000 കൂലി, 1 റുപ്യ കൊടുത്താൽ 2 കിട്ടുന്നത്, 1000 റുപ്യ കിട്ടുന്നത്. അതാണ് സ്വതക്കന്റെ പ്രത്യേകത. എന്നാലോ ഒന്ന് കൊടുക്കാതെ എടുത്തു വെച്ചാലോ ഉള്ളത് പോയും ചെയ്ത് ഇനി വരൂല, ഉള്ളത് പോയും ചെയ്ത് ഇനി വരൂല. വരികയാണെങ്കിൽ തന്നെ അത് അവന് ചികിത്സക്കും അതുപോലെ അവനക്ക് തന്നെ കഴിയൂല. എന്താ ചെയ്യേണ്ടത്? ഉപകാരപ്പെടൂല എന്നുള്ളതാണ്. അവന് ഉപകാരപ്പെടൂല. എന്തേ കാരണം? മലക്കള പ്രാർത്ഥന. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയണേ, നിങ്ങൾ അറിയണേ, നിങ്ങൾ അറിയണേ, നിങ്ങൾ അറിയണം, മലക്കുകളുടെ പ്രാർത്ഥന അല്ലാഹു ഒരിക്കലും തള്ളിക്കളയൂല. മലക്കുകൾ പ്രാർത്ഥിച്ച അച്ചട്ട അപ്പ തന്നെ അല്ലാഹു അതിന് ഉത്തരം കൊടുക്കുന്നു. അതുകൊണ്ട് നമ്മൾ സ്വതക്കകൾ, ദാനധർമ്മങ്ങൾ വാരിക്കോരി കൊടുക്കുന്നവരായി നമ്മൾ മാറുക. അതേ അള്ളാഹുവിന്റെ പാപമോചനത്തിലേക്ക് നിങ്ങൾ ഓടുക. ഒരു നന്മയും നിസ്സാരമായി കാണാതിരിക്കുക. ഈ റമളാൻ ഞാൻ എന്റെ ജീവിതത്തിൽ ഒരു കാരണവശാലും നഷ്ടപ്പെടുത്തി കളയൂല എന്നുള്ള തീരുമാനം, ചിന്ത, അതജണ്ടയായി നമ്മൾ മുന്നോട്ട് പോവുക. റഹ്മായ റബ്ബ് നമ്മളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും പുറത്തു മാപ്പാക്കി തെരുമാറാകട്ടെ. അല്ലാഹുവേ, നിന്റെ കാരുണ്യം സദാ സമയവും ഞങ്ങൾ നീ വർഷിപ്പിക്കണേ റഹ്മാനെ. ഈ റമളാനിന്റെ പരിപൂർണത വരെ ആരോഗ്യത്തോടെ ആയുസ്സോടെ കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് നിന്നെ കണ്ടുമുട്ടാൻ സൗഭാഗ്യം ലഭിക്കുന്ന, സ്വർഗത്തിന്റെ അവകാശികൾക്ക് കടക്കാൻ സാധ്യമാകുന്ന റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ അർഹരായ നോമ്പുകാരുടെ കൂട്ടത്തിൽ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹുവേ. പെട്ടെന്നുള്ള മരണത്തിൽ നിന്ന് ഞങ്ങൾ നീ കാത്തുരക്ഷിക്കണേ റഹ്മാനെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ നാഥ. അല്ലാഹുവേ, മഹാമാരികളിൽ നിന്ന്, കഷ്ടപ്പാടുകളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ നാഥ. അല്ലാഹുവേ, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഓരോരുത്തരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹ്, യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബനാ അലാ ദീൻ. അല്ലാഹ്, തവഫനാ മുസ്ലിമീന വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ. അല്ലാഹുമ്മ ഹാസിബ്നാ ഹിസാബൻ യസീറാ. اللهم حاسبنا حسابا يسيرا. اللهم حاسبنا حسابا يسيرا. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم إنا نسألك الجنة يا رب العالمين. اللهم إنا نسألك الجنة يا أرحم الراحمين. اللهم إنا نسألك الجنة يا رب العالمين. اللهم إنا نسألك الجنة لنا ولوالدينا وللمسلمين أجمعين. ربنا تقبل منا دعاءنا وصلاتنا وصيامنا وسائر أعمالنا يا رب العالمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. وصلى الله على محمد. والسلام عليكم ورحمة الله وبركاته.